Dear learners, I would like to welcome you all. Today, BPA 141 and Unit 14, Social Audit. അതാണ് എടുക്കുന്നത്. യൂണിറ്റ് 14 15 ഇന്ന് എടുക്കുന്നത്. ഇതെടുക്കുന്നതിന് മുമ്പേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ ഓഡിറ്റ്. ആദ്യം ഇതെടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, നമ്മുടെ ടേക്ക് അവർ കേരള സ്റ്റേറ്റ് 941 ഗ്രാമപഞ്ചായത്ത്. ഇതിന് ശേഷം ഞാൻ പറയാം എന്തുകൊണ്ട് അത് പറയുന്നത് പിന്നീട് പറയാം. കേരളത്തിലെ LSG, അതായത് അറിയാലോ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, ഗ്രാമപഞ്ചായത്ത് 941 ഗ്രാമപഞ്ചായത്താണ്. ബ്ലോക്ക് 152 ഇത് നിങ്ങളുടെ ബുക്കിലില്ല. 152 ബ്ലോക്ക് ഉണ്ട്, 941 ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, 14 ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ട്, 87 മുനിസിപ്പാലിറ്റി ഉണ്ട്, 6 കോർപ്പറേഷൻ ഉണ്ട്. അങ്ങനെ 1200 സ്ഥാപനങ്ങളാണ് കേരളത്തിൽ, ചെറിയൊരു സംസ്ഥാനത്തിലുള്ളത്. അതില് 21,900 വാർഡ്സ് ഉണ്ട്, നമ്മുടെ വാർഡ്. ഓക്കെ, എന്തുകൊണ്ടത് പറഞ്ഞറിയോ? അതായത് ഈ സോഷ്യൽ ഓഡിറ്റ് പറഞ്ഞാൽ ഇതിലൊന്നും സാധാരണ വേണ്ട പ്രകാരം നടക്കുന്നില്ല. അതായത് ചില സമയത്ത് സോഷ്യൽ ഓഡിറ്റ് നടന്നിട്ടില്ലെങ്കിൽ അഴിമതിയുടെ കൂമ്പാരമായിരിക്കും. ഓക്കെ, അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഈ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, ഇത് ഗവൺമെന്റിന്റെ പൈസയാണ്. അതേമാതിരി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇവര് തന്നെ ഇവരുടേതായ ടാക്സും പലതും ഉണ്ട്. അപ്പൊ അവിടെ സോഷ്യൽ ഓഡിറ്റ് വളരെ പ്രധാനമാണ്. ഇനി ഇത് എടുക്കുന്നതിന്റെ ഒരു ചെറിയൊരു സംഭവം പറയാം. സോഷ്യൽ ഓഡിറ്റ് ഇല്ലെങ്കിൽ വരാവുന്ന ഭവിഷ്യത്തുകള് 2 ദിവസം മുമ്പേ 3 ദിവസം മുമ്പേ ബ്രഹ്മപുരം ഇൻ കൊച്ചി സോഷ്യൽ ഓഡിറ്റ് ഇല്ലാത്തതിന്റെ പ്രത്യാഘാതമാണത്. കാരണം എന്താണ് അതിന് 4 പുറമുള്ള ആളുകള് അവിടുന്ന് മഴ പെയ്ത കീപ്പിട്ട് വരുന്ന കണ്ടില്ല. മഴ പെയ്തപ്പോ അവിടെ കംപ്ലീറ്റ് കെമിക്കൽ സോപ്പ് പതയാണ്. അപ്പൊ ഈ സോഷ്യൽ ഓഡിറ്റ് നടന്നിട്ടില്ല അവിടെ. കംപ്ലീറ്റ് എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് നോക്കിയിട്ടില്ല, ഡിസ്പോസൽ നോക്കിയിട്ടില്ല, പ്ലാസ്റ്റിക് ഡിസ്പോസൽ അത് എങ്ങനെയാണ് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എന്താണ്, ഇറ്റ് വിൽ ടേക്ക് ഈവൻ ആഫ്റ്റർ സോ മെനി മന്ത്സ് ഈ പ്ലാസ്റ്റിക് നമ്മുടെ വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് കത്തിയത് നമ്മുടെ ശ്വാസകോശം, അല്ലെങ്കിൽ പലർക്കും ശ്വാസതടസ്സം വരും. അപ്പോ ഇതൊക്കെ വരുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ലക്കുണ, നമ്മൾ ഈ സോഷ്യൽ ഓഡിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. പ്ലാസ്റ്റിക് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? പ്ലാസ്റ്റിക് മറക്കരുത്, മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് 50 കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ ആസിഡിസ് ഇരിക്കും പ്ലാസ്റ്റിക്. മറക്കരുത്, പ്ലാസ്റ്റിക് ബാഗ് നിങ്ങൾ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടാലും 50 കൊല്ലം കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് അങ്ങനെ ഉണ്ടാവും. അതാണ് കത്തുന്നത്. അപ്പൊ അത് ആസ്മ പേഷ്യൻസ്, പ്രഗ്നന്റ് ലേഡീസ്, കുട്ടികള്, അതേമാതിരി ഇവർക്കൊക്കെ ഈവൻ മീ ഐ വാസ് ഹാവിങ് ശ്വസിക്കാനുള്ള ഇത് ഇപ്പോഴും കാരണം വായുവിലെ ഇതാണ്. ഈവൻ തീ കെട്ടു കഴിഞ്ഞു. പക്ഷേ മിഞ്ഞാന്നൊരു മഴ പെയ്തപ്പോ കൊച്ചിയിലെ വൈറ്റ്ലയിലെ സോപ്പ് പതമാരിയാണ് റോഡുകൾ വെള്ളം. സോപ്പിന്റെ പത, കെമിക്കൽ, റോഡിലെ മുഴുവൻ മഴവെള്ളം സോപ്പിന്റെ പതമാരിയായിരുന്നു കംപ്ലീറ്റ്. എന്താ അർത്ഥം? കെമിക്കൽ എസ്പെക്ട്സ്. അപ്പൊ നമ്മുടെ എയറില് ഇതാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോ എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമ്മൾ നോക്കിയിട്ടില്ല. ഈ സോഷ്യൽ ഓഡിറ്റ് ഇതിന്റെ അഴിമതികളുടെ കൂമ്പാരമാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എല്ലായിടത്തും, കേട്ടോ. അല്ലാണ്ട് നമ്മുടെ കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, എല്ലായിടത്തും ഈ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തുകളാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ ഒന്നും കൂടി ഞാൻ പറയട്ടെ, ഇത് ഒരു ദിനം എല്ലായിടത്തും നടക്കുന്നതാണത്, കേട്ടോ. ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ. ഇനി മഴ വരാൻ പോകുന്നുണ്ട് ജൂണിലോ എപ്പോഴെങ്കിലും മഴ വരുമെന്ന് വിചാരിക്കുക. കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് മഴ വരില്ല, വിചാരിക്കാത്ത പൊരി വെയിലായ സമയത്താണ് മിന്നാന്ന് മഴ പെയ്തത്. പൊരി വെയില്, അതായത് 46 ഡിഗ്രി 47 48 ഡിഗ്രി ഉള്ള സമയത്താണ് മഴ പെയ്തത്. ചൂടുള്ള സമയത്ത്, വെയിലുള്ള സമയത്താണ് മഴ പെയ്തത്. അപ്പോ എന്താ പറയുന്നത്, അൺപ്രഡിക്റ്റബിൾ ആണ് മോൺസൂൺ. ഇനി നോക്കിക്കോളൂ, ഇപ്പൊ നമ്മൾ ഇതാണ് സോഷ്യൽ ഓഡിറ്റ്. മിണ്ടാതിരിക്കും. മഴ വരുമ്പോ നമ്മൾ അഴുക്ക് ചാല് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിറയും വെള്ളം. യു വിൽ ബി സർപ്രൈസ്. കൊച്ചി ഏറ്റവും കൂടുതൽ അതായത് വലിയ നമ്മുടെ ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ് കേരളത്തിന്റെ. അറിയാലോ, 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ മഴ ചെയ്താൽ മുഴുവൻ ഞാൻ ഇരിക്കുന്ന അടുത്താണ് നിങ്ങളുടെ റീജിയണൽ സെന്റർ ആണത്.
തൊട്ടടുത്ത് മുഴുവൻ പ്രളയമായിരിക്കും, വെള്ളത്തിലായിരിക്കും മുഴുവൻ. ജസ്റ്റ് ഒരു അരമണിക്കൂർ മഴ പെയ്താൽ മതി, അങ്ങോട്ട് ഒഴുകിപ്പോയില്ല, കെട്ടിക്കിടക്കും. അതേമാതിരി എല്ലായിടത്തും വെള്ളം, ട്രാഫിക് ജാം. എന്താ കാരണം? ഡ്രെയിനേജ് അതൊന്നും ക്ലീൻ ആവുന്നില്ല, വെള്ളം ഒഴുകി പോകുന്നില്ല. അപ്പം മഴ പെയ്തിട്ട് പറയേണ്ട കാര്യം? അതിനു മുമ്പേ നമ്മൾ പ്രിക്കോഷൻ എടുക്കണ്ടേ? അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണ്ടേ? ഇപ്പൊ നമുക്ക് BP ഉണ്ട് വിചാരിക്കുക, വേറെ എന്തെങ്കിലും ഉണ്ട് വിചാരിക്കുക, ഷുഗർ ഉണ്ട് വിചാരിക്കുക, നമ്മളതിന് പ്രിക്കോഷൻ എടുക്കണമല്ലോ. അതില്ലാത്തതിന്റെ പ്രതികരണമാണ് ഈ സോഷ്യൽ ഓഡിറ്റ്. വേണ്ട സമയത്ത് വേണ്ട ചെയ്യുക തന്നെ. അപ്പൊ സോഷ്യൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട. ഫൈനാൻഷ്യൽ ഓഡിറ്റും സോഷ്യൽ ഓഡിറ്റും തമ്മിൽ വ്യത്യാസമുണ്ടാകും കേട്ടോ. ഫൈനാൻഷ്യൽ ഓഡിറ്റ് പറഞ്ഞാൽ ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ളതാണ്. പക്ഷെ സോഷ്യൽ പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓറിയന്റഡ്, ജനങ്ങളുടെ ഇത്. അതാണ് ഈ സോഷ്യൽ ഓഡിറ്റ്. മനസ്സിലായില്ലേ? ഇനി സോഷ്യൽ ഓഡിറ്റ് 14 സോഷ്യൽ ഓഡിറ്റ്. ഇന്ന് ഞാൻ യൂണിറ്റ് 14 എടുക്കും, 15 എടുക്കും. വളരെ ശ്രദ്ധാപൂർവ്വം, രണ്ടും വലിയ യൂണിറ്റ് ആണത്. അപ്പൊ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. സോഷ്യൽ ഓഡിറ്റ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ച്. വളരെ ചാലഞ്ചസ് ഉണ്ട്, ഓഡിറ്റിന് പല ചാലഞ്ചസ് ഉണ്ട്. കാരണം ആരും കുറ്റം കാര്യമില്ല, സ്റ്റാഫില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകൾ ഉണ്ടാവില്ല. കാരണം ഇതില് പല കെമിക്കൽസും അതിന്റെ കണ്ടൻസും അതും ഇതും അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ വരണോ, ഇതൊക്കെ നമ്മുടെ ആസിഡ് റെയിൻ, ഇതൊക്കെ ഇത് പരിജ്ഞാനം വേണ്ടത്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ബാക്ക് ഡോർ എൻട്രി കൂടെ ആൾ കൊണ്ട് ചേർത്താൽ അവിടെ നമ്മുടെ ആളുകൾ അങ്ങനെയാണല്ലോ പതിവ് ഇവിടെ. അപ്പൊ അത് അവർ കണ്ടുപിടിക്കാൻ പറ്റും, ഇതൊക്കെ പിടിക്കാൻ പറ്റില്ല. യു വിൽ ബി സർപ്രൈസ്. നമ്മുടെ ഫയർ സർവീസ്, നമ്മൾ വി ഹാവ് ടു സല്യൂട്ട് നമ്മുടെ ഫയർ സർവീസ്. അവരുടെ കയ്യിൽ ഈവൻ സാധനങ്ങളില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ല. ആ മാലിന്യത്തിന്റെ മുകളിൽ നിന്നിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. നിങ്ങൾ വേസ്റ്റ് കക്കൂസ് മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ കിലോമീറ്ററിന്റെ കൂമ്പാരത്തിൽ, ഹിമാലയത്തിനുമായുള്ള കൂമ്പാരത്തിന്റെ മീതെ ഇരുന്നിട്ടാണ് നമ്മുടെ ഫയർ സർവീസ് ആളുകളും മറ്റുള്ളവരും ഹോം ഗാർഡ്സ് മറ്റേവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചേർന്ന് നമ്മളെ രക്ഷിച്ചേർന്ന്. ആ തീ കെടുത്തിയത് മിഞ്ഞാണ്. മനസ്സിലായില്ലേ? ആരെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ഇതാണ് വേറൊരു പ്രശ്നം. അവർക്ക് അത്തരത്തിൽ ഉള്ള പ്രവർത്തനം, അതായത് ഫയർ എഞ്ചിനും ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല, ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഓടിക്കാൻ വണ്ടി ഇതുണ്ടാവില്ല. അവിടെ ഏറ്റവും രസം നമ്മുടെ ബുൾഡോസർ, എന്താ പറയണ്ടേ അതിന് പറയണ്ട, ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല. അപ്പൊ ഡ്രൈവർ ഇതൊക്കെ ഉണ്ട്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ. വേനൽക്കാലത്തൊക്കെ എവിടെ വേണത്തിലും തീ പിടിക്കാം. ഇന്നലെയും തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ 2 ദിവസം മുമ്പേ പത്തനംതിട്ട, 3-4 ദിവസം പത്തനംതിട്ട തീ പിടിച്ച് നമ്മളോട് പറഞ്ഞിട്ടാണോ തീ പിടിക്കല്? അപ്പൊ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലായിടത്തും തയ്യാറാകണം. കാരണം മോഡേൺ വേൾഡ് ഇസ് എ വേൾഡ് ഓഫ് സ്പെഷ്യലൈസേഷൻ. മനസ്സിലായില്ലേ? അപ്പോ സോഷ്യൽ ഓഡിറ്റ് ഈസ് എ പവർഫുൾ ടൂൾ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അക്കൗണ്ടബിലിറ്റി. എന്ത് അക്കൗണ്ടബിലിറ്റി ഉള്ളത്? നമുക്കിപ്പോ നടന്ന സംഭവം 10 ദിവസം 13 ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ മുഖ്യമന്ത്രി വായ തുറന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളൊക്കെ ശ്വാസം മുട്ടുകയാണല്ലോ കംപ്ലീറ്റ്. ആളുകൾ ഇവിടെ ലെഫ്റ്റ്. ഈവൻ many people left this. Even our film star Mammootty went to Wayanad. Mohanlal went to Rajasthan. And എന്തോ ഒരു ജോർജ് ഇല്ലേ, അയാൾ കോഴിക്കോട് പോയി. ശ്വസിക്കാൻ വയ്യാതെ കുട്ടികൾ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടൽ തുടങ്ങി. ഹോസ്പിറ്റലിൽ എത്രയോ ആളുകളുണ്ട്, അത് ആരും ഗവനിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ വരുന്നൊക്കെ നോക്കിക്കൂടെ? ഇതൊക്കെ കംപ്ലീറ്റ് ഇത് ഒരു സ്ഥലത്ത് മുഴുവൻ. അതും കൊച്ചി കോർപ്പറേഷൻ, കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ, 72 ഡിവിഷൻ ഉണ്ട്, 74 ഡിവിഷൻ. കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യങ്ങള്, കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യങ്ങള്, തൃക്കാക്കര ഇതിന്റെ പറവൂരോ എന്തല്ലേ, അതിന്റെ മാലിന്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഒറ്റ സ്ഥലത്ത്, ഹിമാലയം മാതിരി. അവിടെ ഒന്ന് തീ പിടിച്ച് കെടുത്താൻ പറ്റുമോ? കെടുത്താനുള്ള ഫയർ എഞ്ചിൻ ഉണ്ടോ നമ്മുടെ? ഇതൊക്കെയാണ് സംഭവം. എനിവേ, ഇറ്റ് എൻഹാൻസ് ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇതൊക്കെ കുറെ പറഞ്ഞതാണ്, അത് മനസ്സിലാക്കുക. ഗവൺമെന്റ് സ്കീംസ് ആൻഡ് പ്രോഗ്രാം. ഈ സോഷ്യൽ ഓഡിറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എൻ എംപവറിംഗ് പ്രോസസ്. ഇത് ആളുകളെ വളരെ ജാഗ്രത. അത് മാത്രമല്ലല്ലോ, നമ്മൾ ഈ ടെൻഡറൊക്കെ വോട്ട് ചെയ്യുന്നത് ഇതിൽ കണ്ടില്ലേ? ടെൻഡർ വളരെ വഴിമിതയുടെ കൂമ്പാരാണ്. ടെൻഡർ ചെയ്തപ്പോ അതില് അയാള് പറയണത് ഇത് പറഞ്ഞിട്ടില്ല, മറ്റേ കത്തിക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അങ്ങനെ ക്ലോസ് ഇല്ല എന്നൊക്കെ പറയുന്നത്. എന്ത് ചെയ്യുക? എംപവറിംഗ് പ്രോസസ് in which the user community validates the usefulness and quality of the scheme program through monitoring process. It is beyond. അപ്പൊ അത് ഫൈനാൻഷ്യൽ ഓഡിറ്റും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് സമൂഹത്തിന്റെ
സമൂഹത്തിനെ ബാധിക്കുന്നതാണ് സോഷ്യൽ ഓഡിറ്റ്. ഫൈനാൻസിന്റെ അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ രണ്ടും കൂടി താരതമ്യം ഇത് ചെയ്യരുത്. നമ്മുടെ സമൂഹത്തിനെ അഫക്ട് ചെയ്യുന്ന ഇപ്പൊ ഒരു പ്രളയം പറഞ്ഞത് അത് നമ്മുടെ സമൂഹത്തിനെ അഫക്ട് ചെയ്യുന്നല്ലേ. ജനങ്ങൾക്ക് എത്ര വീട് പോയി, ഫുഡ് ഒന്നുമില്ല, ഷെൽട്ടർ യാതൊന്നുമില്ല. അപ്പൊ അതെല്ലാം കമ്മ്യൂണിറ്റി പ്രോബ്ലം അല്ലേ. അപ്പൊ ഇതെന്തുകൊണ്ട് ഡാം എല്ലാം തുറന്നുവിട്ടു? അതിന് സോഷ്യൽ ഓഡിറ്റ് ഉണ്ടോ? ഡാം എപ്പോഴാ തുറക്കേണ്ടതെന്ന് പറഞ്ഞു, അതാണ് സോഷ്യൽ ഓഡിറ്റ്. ഡാം തുറക്കാനുള്ള ഇതുണ്ട്, ക്രിറ്റീരിയ ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർമാലിറ്റി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു നമ്മള് ഇല്ല. നമ്മൾ ആരും കുറ്റം പറയല്ല. ഇത് ഓരോ ഗവൺമെന്റിനെ ആരും കുറ്റം പറയല്ല. നമ്മൾ ചെയ്യുന്നില്ല. അപകടങ്ങൾ വന്നതിന്റെ ശേഷമാണ് വായം പൊളിച്ച് നമ്മൾ മേപ്പിട്ട് നോക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയാം. ഉത്തരാഖണ്ഡിൽ തീർത്തോളൂ. ഉത്തരാഖണ്ഡിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായല്ലോ, പിന്നെ അവിടെ ഒരു ടണൽ പണിയുന്നുണ്ട് അവിടെ. മനസ്സിലായില്ലേ? എല്ലാം ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറയാന്നല്ലാണ്ട് അതിന്റെ റെപ്പർക്കുഷൻസ് നിങ്ങൾ മലയെ തുരത്തണേ, ടണലാണ് ഉണ്ടാക്കുന്നത്, ഭൂമിയുടെ ബാലൻസ് പോവാണ്. മനസ്സിലായ? അത് എർത്ത് കേക്ക് പ്രോൺ ഏരിയാസ് ആണ്. പിന്നെ പ്രകൃതി പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോ സോ കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് വെരിഫിക്കേഷൻ ഓഫ് ഫർദ്. അതിന് ആരാ പറഞ്ഞത്? ആരും കുറ്റമല്ല കേട്ടോ. നമ്മൾ ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് ശ്വാസം പൊട്ടിയിട്ടാണ് ഇവിടുത്തെ ബ്രഹ്മപുരം പ്ലാന്റ്. കാരണം ഇവിടെ കൊച്ചി ഈസ് വെരി നിയർ. അപ്പൊ നമുക്ക് അഫക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ വേറെ തമാശ, ഇന്നലെ വേറെയും കൂടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ മലയാളി ഏറ്റവും കൂടുതൽ പണമുള്ള മലയാളി ലോകത്തില് യൂസുഫ് അലി, അദ്ദേഹത്തിന്റെ 1 കോടി, ആരും ചോദിച്ചില്ലേ, 1 കോടി മേയർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എന്തിന്? ഈ മാലിന്യങ്ങൾ മാറ്റാനേ. കഷ്ട എന്ന് പറയാൻ പറ്റൂ. അയാളോട് ആരെങ്കിലും കാശ് ചോദിച്ചോ? എന്തിനു കൊടുത്തു? എന്തിന്? കാരണം ആരുടെ ഡ്യൂട്ടിയാണത്? മാലിന്യങ്ങൾ നീക്കണ ആരുടെ ഡ്യൂട്ടിയാണ്? നാട്ടുകാരുടെ ഡ്യൂട്ടിയാണോ ഇതൊക്കെ? എന്നിട്ട് കേൾക്കൂ, ഇത് എവിടെ അക്കൗണ്ടിങ് ചെയ്യാ? മേയർക്ക് എന്നിട്ട് വലിയ ക്യാമറ കാണിച്ചിട്ട് മേയർക്ക് ഹാൻഡ് ഓവർ. അനിൽകുമാർ, അയാൾ എന്റെ വീടിന് തൊട്ടതാണ്, എന്റെ കൗൺസിലറാണ് അയാള്. അനിൽകുമാറിന്റെ 1 കോടി രൂപയുടെ. എന്നിട്ട് എന്താ പറയുന്നത് കേട്ടോളൂ. ഇതെല്ലാം ആരൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ, എന്തെങ്കിലും ശ്വാസം മുട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യോ? ഇപ്പൊ എനിക്ക് ശ്വാസം മുട്ടലോ, എനിക്ക് 10 പൈസ തരുമോ? ഇല്ല. അത് അവര് തീരുമാനിക്കും ആർക്ക് കൊടുക്കണമെന്ന്. അറിയാലോ എങ്ങനെ തീരുമാനിക്കണമെന്നൊക്കെ അറിയാലോ. അവര് തീരുമാനിക്കും. ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി തീരുമാനിക്കും ആർക്ക് കൊടുക്കേണ്ടതെന്ന്. കാരണം ഞാൻ പറയാൻ എന്താന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ സോഷ്യൽ ഓഡിറ്റ്, ഫ്ലഡ് ഉണ്ടായ സമയത്ത് എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് വെള്ളം വന്നിരുന്നു. മുഴുവൻ കംപ്ലീറ്റ് വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, എല്ലാം 4 പുറം വെള്ളം, പെരിയാർ നദി ഒഴുകിയിട്ട്. ആ സമയത്ത് ഡ്രിങ്കിങ് വാട്ടർ ഇല്ല. അപ്പൊ ഞാന് എന്റെ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് എന്താ ചെയ്യുക, വെള്ളം കുടിക്കാൻ എന്താ ചെയ്യുമ്പോൾ കണ്ടു ഒരാള് ഒരു വണ്ടിയില് നിറയെ മിനറൽ വാട്ടർ ബോട്ടിൽ നിറച്ചിട്ട് പോണു. അപ്പൊ ഞാൻ സന്തോഷിച്ചു, കാശ് കൊടുത്തിട്ടെങ്കിലും മേടിക്കാലെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ബോട്ടിൽ കുടിക്കാൻ ഓർക്കണം. ഫ്ലഡ്, എല്ലായിടത്തും വെള്ളം, ശുദ്ധവെള്ളം അവൈലബിൾ അല്ല. ഫാമിലി കിടന്ന് സ്ട്രഗിൾ ചെയ്യണം എല്ലാവരും. ഭക്ഷണമില്ല, ഒന്നുമില്ല, എല്ലാവരും വെള്ളത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഡ്രിങ്കിങ് വാട്ടർ ഒരു വണ്ടിയിലും കൊണ്ടുവരണു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, കാശ് തരാം, ഒരു ബോട്ടിൽ തരുമോ, മിനറൽ വാട്ടർ ബോട്ടില്? എന്താ വില? 10-20 രൂപ അല്ലേ? ഇല്ല. എന്താണ് അത്? പാർട്ടിക്കാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങളുടെ ഒരു ഇരിക്കുന്നില്ല കമ്മിറ്റി, അവർക്ക് കൊടുക്കാൻ അവരുടെ കൊണ്ടുപോയി. പാർട്ടിക്കാർക്ക് കൊടുക്കാനാണ്. സംഭാവനയ്ക്ക് വേണ്ടി നമ്മുടെ അടുത്ത് വരും. മനസ്സിലായില്ലേ? ഒരു ബോട്ടിൽ വെള്ളം 20 രൂപ ഞാൻ കൊടുക്കാൻ തയ്യാറായിട്ട് പോലും തന്നില്ല. എന്നിട്ട് വെള്ളം വന്നിട്ട് ഞങ്ങളുടെ അവിടെയൊക്കെ കുറെ നാശനഷ്ടങ്ങളുണ്ടായി. അതിൽ ബെനിഫിറ്റ് ആർക്കാ കിട്ടിയത് അറിയാമോ? 4ാം നിലയിൽ വെള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ബിൽഡിങ്ങിൽ വെള്ളം പോലും വന്നിട്ടില്ല. 4ാം നിലയിൽ 5ാം നിലയിലും വെള്ളം വരുമെന്ന് വന്നു കൂടി ഞങ്ങളുടെ നാശനഷ്ടം ഉണ്ടായി പറഞ്ഞാൽ ഇത് കൊടുത്തു, അവർക്ക് പൈസ കിട്ടി. അവിടെ വെള്ളം പോലും വന്നിട്ടില്ല. പക്ഷെ ഈ റിയൽ ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ യൂസഫ് അലി സാറിന്റെ അയാളുടെ ജീവകാരുണ്യ പ്രയത്നമൊക്കെ വളരെയധികം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആവശ്യമുണ്ടോ? ഇല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നീഡി പേഴ്സൺസ് എന്ത് പോകുന്നുണ്ടോ? ഇല്ല. മിസ്യൂസ് ചെയ്യും, ഡൈവേർട്ട് ചെയ്യും. കൊടുക്കണ്ടെന്നല്ലോ പറയുന്നത്. അത് മാത്രമല്ല, അതൊരു ബാഡ് പ്രസിഡന്റ് ആയിട്ട് പരിണമിച്ചു. ആരും ചോദിക്കാതെ ഇങ്ങനെ കൊടുത്താ അപ്പൊ മറ്റുള്ളവർ സംഭാവന ചെയ്യും, മറ്റുള്ള അങ്ങനെയല്ലേ പറയണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും പറയുന്നില്ല. എന്തിന് സംഭാവന?
മാലിന്യം നീക്കാൻ എന്തിന് സംഭാവന? ഒരു ആലോചിക്കൂ, കുടുംബശ്രീയാണ് ചെയ്യുന്ന, കുടുംബശ്രീക്ക് ആൾറെഡി സാലറി കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന് നമ്മുടെ ആ സ്ഥാനത്ത് വല്ല ഓർഫണേജിനോ കൊച്ചുകുട്ടികളെ അതേമാതിരി സംരക്ഷിക്കുന്നതോ വിധവകൾക്കോ അവർക്ക്, അല്ലെങ്കിൽ ഗാന്ധി ഭവൻ അവിടെ പത്തനംതിട്ട ആ സൈഡില്, കൊല്ലം ഇവിടെ ആ സൈഡില് ഗണേഷ് കുമാറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയില് 2000 ആളുകൾ വൃദ്ധസദനത്തിലുണ്ട്. രാവിലെ 3 നേരം ഭക്ഷണം കൊടുക്കണം അവർക്ക്. മനസ്സിലായില്ലേ? അവർക്കൊക്കെ കൊടുക്കുന്ന പുണ്യം കിട്ടും. ഇതാണ് ഈ സോഷ്യൽ ഓഡിറ്റ്. കാരണം കിട്ടുന്ന പൈസ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുന്നില്ല. അതാണ് എല്ലായിടത്തും നടക്കുന്നത്. അപ്പൊ എന്നാ പറയുന്നത്? വി ആർ ഓൾ അക്കൗണ്ടബിൾ. ഞാൻ ഇത് പറയാൻ കാരണം തെറ്റിദ്ധരിക്കരുതേ. വി ആർ ഓൾ അക്കൗണ്ടബിൾ ഫോർ വാട്ട് വി ആർ ഡൂയിങ്, എസ്പെഷ്യലി വെൻ യു ആർ ഹാൻഡ്ലിങ് ഗവൺമെന്റ് മണി. മനസ്സിലായോ? നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കലക്ടറേറ്റിൽ കിട്ടിയ ഫ്ലഡിന്റെ റിലീഫ് ഫണ്ടിൽ എന്താ വന്നതെന്ന് അറിയാലെങ്കിൽ അവിടുത്തെ ആളെല്ലാം മുക്കി. ചീഫ് മിനിസ്റ്റർ ഫണ്ട് അവിടെ തന്നെ ഇപ്പോഴും അവരോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നാളെ ഞാൻ അവിടെ പോകുന്നുണ്ട്, അവിടെ കളക്ടറേറ്റിലാണ് പോണേ. ഇന്നും ആള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചീഫ് മിനിസ്റ്ററുടെ ഫണ്ട് ഫ്ലഡിന്റെ അവിടുത്തെ കലക്ടറേറ്റിലെ വന്നത് ചീഫ് മിനിസ്റ്റർ ഫണ്ടാണ്, റിലീഫ് ഫണ്ടാണ്. അത് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആള് മാന്യനായിട്ട് നടക്കണം. പോരെ ഇങ്ങനെ? അപ്പൊ എന്തുണ്ട് നമുക്ക് ഞാൻ കൊടുക്കണ്ടെന്നൊന്നല്ല ഞാൻ പറയുന്നുണ്ട്. തെറ്റിദ്ധരിക്കാതെ ആരെങ്കിലും പറയുന്നത് തെറ്റിദ്ധരിക്കണ്ട. ആരൊക്കെ അർഹതയുണ്ടോ അവർക്ക് കൊടുക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ആളുകൾക്ക് എത്തേണ്ട സ്ഥലത്ത് ആർക്കാണ് നീഡി പേഴ്സൺസ് അവിടെ എത്തണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. കൊടുക്കണ്ടെന്ന് ആരും പറയുന്നില്ല. എന്തോ ചെയ്തോളി, പക്ഷേ അറിയിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഇൻ ദി പ്രോസസ് ഓഫ് സോഷ്യൽ ഓഡിറ്റ് ടീം മെമ്പർ. അപ്പൊ ഈ സോഷ്യൽ ഓഡിറ്റ് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ അഫക്ട് ചെയ്യുന്നത് ഓഡിറ്റ്. പിന്നെ ഓഡിറ്റ് പറഞ്ഞാൽ അതിനൊരു ടീമൊക്കെ ഉണ്ട്, ഓഡിറ്റ് പാർട്ടി. പക്ഷെ നമ്മളെ എന്താ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഒരു ട്രഡീഷണൽ വേ. ഈ ഓഡിറ്റ് ടീം പറഞ്ഞ യാതൊരു വിലയും കൊടുക്കില്ല. എന്താ ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഓഡിറ്റ് അവർ ഇമ്പോർട്ടൻസും കൊടുക്കില്ല. അങ്ങനെ വേണ്ടാത്ത ആളുകളെ ആ ഓഡിറ്റ് ടീമിൽ കൊണ്ടിട്ടു. നമ്മുടെ കമ്പനികളിൽ അങ്ങനെ 10 പണം ഇന്റേണൽ ഓഡിറ്റ്. ഒരു പണിയില്ലാത്ത ജോലി ചെയ്യാത്ത ആളുകളെ കൊണ്ട് അവിടെ കൊണ്ടിട്ടു. അതല്ല, അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. കണ്ടുപിടിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. അതാണ് ഉത്തരവാദിത്തം. ടീം മെമ്പേഴ്സ് need access to various government. നിങ്ങൾ തന്നെ വായിക്കൂ. The implementation of scheme, program and provision for the beneficiaries. എല്ലാവരും കിട്ടേണ്ട ആൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇൻക്ലൂഡ് ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് ആൻഡ് റിപ്പോർട്ടഡ് എക്സ്പെൻഡിച്ചർ ഫോർ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ, ഇൻവോയ്സസ്. ഇതൊക്കെ അവരാണ് ചെയ്യുന്നത്. ഓരോ ഇൻവോയ്സ്, ബില്ല്, ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അത് ഒരു സിംഗിൾ കൊട്ടേഷനേ ഉള്ളൂ? അതോ കൊട്ടേഷൻ ഇല്ലാതെ തന്നെയാണോ? ഓക്കെ, സപ്പോർട്ടിങ് നോം സ്റ്റാൻഡേർഡ്, അതായത് ഓരോന്നിനും മാനുവൽസ് ഉണ്ട്, പർച്ചേസിംഗ് മാനുവൽ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിങ് മാനുവൽ ഉണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ടോ? ഏത് സോഷ്യൽ ഓഡിറ്റ് ഇസ് ഫാക്ട്. ഇത് സത്യം കണ്ടുപിടിക്കുന്നതാണ് ഇതൊക്കെ ഓഡിറ്റിങ്. വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ എവിഡൻസ് കാണണം. ഡോക്യുമെന്റ്സ്, നിങ്ങൾ എന്തെങ്കിലും പേയ്മെന്റ് കൊടുത്താൽ അതിനുള്ള പ്രൂഫ് കാണിക്കണം. Therefore, in case of non availability of document അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ യെസ്, അത് റിപ്പോർട്ട് കാണിക്കണം. എന്തുകൊണ്ട്? ഡ്യൂ ടു മലാഫൈഡ് ഇന്റർമേഷൻ, തെറ്റായ രീതിയിൽ ഡോക്യുമെന്റ് അവൈലബിൾ അല്ല വിചാരിക്കുക. 1,00,000 രൂപ അയാൾ കൊടുത്തു, ഒരു പേപ്പറും ഇല്ല. എന്ത് ചെയ്യും? ബ്യൂറോക്രസി. നെസസറി ഡോക്യുമെന്റ് ക്യാൻ ബി ഒബ്ടൈൻഡ് ത്രൂ. അങ്ങനെയാണ് റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം ഇതൊക്കെ പിടിക്കുന്നത്. റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം ഇപ്പൊ പിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഞാൻ ഇതിൽ കാരണം ഇത് ഈ ഓൾ ഇന്ത്യ ബേസിൽ ടെലികാസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ എനിക്ക് പ്രാക്ടിക്കലായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് റിസർവ് ഇതുണ്ട്, കൂടുതൽ എനിക്ക് പറയാൻ പറ്റും. RTI എത്രത്തോളം ഉപകാരം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എണ്ണാൻ പറ്റില്ല. ഇത്ര വളരെ ഇമ്പോർട്ടന്റ് ആക്ടാണത്. ഇന്ന് കാണുന്ന പല 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 അഴിമതിയുടെ കൂമ്പാരങ്ങളും ത്രൂ RTI മുഖാന്തരമാണ് കണ്ടുപിടിച്ചിരുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ ആയിക്കോട്ടെ, പേര് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ. അവിടെ ഇന്ന് പാർലമെന്റിൽ നടക്കുന്ന എന്താ? RTI പ്രകാരമാണ്. ഇന്ന് അസംബ്ലി നടക്കുന്നത് എന്താണ്? കേരള അസംബ്ലിയിൽ എല്ലാം വാക്കൗട്ട് 5 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് 3 സെക്കൻഡിലാണ് എല്ലാം. പാർലമെന്റും ക്ലോസ് ചെയ്തു, രാജ്യസഭയും പോയി, ലോകസഭയും പോയി, നമ്മുടെ കേരള അസംബ്ലിയും പോയി. 2 മിനിറ്റ് 3 മിനിറ്റ് 32 സെക്കൻഡ്. എന്താ ഇതെല്ലാം ഇതേമാതിരി കിട്ടിയ റിപ്പോർട്ടിന്റെ ബേസിസിൽ ഡിസ്കഷൻ ആണ്. അതന്നെ സംഭവം. മനസ്സിലായി? ഇപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഓക്കെ, അത് thus after obtaining the required document that is from the government, the audit team member എപ്പോഴും ഓഡിറ്റ് ടീമിന് ഇതൊക്കെ ചോദിക്കാനുള്ള അധികാരമുണ്ട്. അവർക്ക് എക്സ്പെൻസസ് വെരിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓതറൈസ്ഡ്
ആ ലിമിറ്റിലാണോ നിങ്ങൾ പൈസ ചെലവാക്കിയതും കൂടി നോക്കണം. അപ്പൊ കറക്റ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണം. സോഷ്യൽ ഓഡിറ്റ് മീനിങ് social audit is accepted as an important mechanism to address corruption പറഞ്ഞല്ലോ, and strengthen accountability പറഞ്ഞല്ലോ. പിന്നെ ആൻഡ് സർവീസ്, എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് സർവീസ് കൊടുക്കുന്നുണ്ടോ? ഇൻ ദിസ് സെക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഫോക്കസ് ഓൺ ഇറ്റ് മീനിങ്, ഒബ്ജക്റ്റീവ്സ്, റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ്. റോളും ഒബ്ജക്റ്റീവ്സും ഒക്കെ നമ്മൾ, കാരണം ഇത് രണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്, ഞാൻ സ്പീഡിൽ പോകുന്നത്, രണ്ടും വലിയ യൂണിറ്റ് ആണ്. ഇത് 8ാമത്തെ ക്ലാസ് ആണ്, ലാസ്റ്റ് ക്ലാസ് ആണ് ഈ കോഴ്സിന്റെ. 8 ക്ലാസ് എടുക്കാൻ പറ്റൂ. ഞാൻ വിചാരിച്ച യാതൊരു രക്ഷയില്ല, കാരണം 2 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 8ാമത്തെ ക്ലാസ് ആണ്, 8 ക്ലാസ്സേ പാടൂ. അപ്പൊ അതുകൊണ്ട് എന്നോട് തെറ്റിദ്ധരിക്കരുത്, കാരണം ഞാൻ സ്പീഡിൽ പോയേ പറ്റൂ. രണ്ടും വലിയ യൂണിറ്റ് ആണ്. സോ മീനിങ്, ഒബ്ജക്റ്റീവ്, റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ്. ദ മേജർ ഒബ്ജക്റ്റീവ്സ്, ഉദ്ദേശം, സോഷ്യൽ ഓഡിറ്റ്, റോള്, അതിന്റെ പ്രാധാന്യം. Social audits in selected scheme. As per the social audit open the implementation process to public scrutiny, public in എല്ലാവരും അറിയാലോ. And promote active engagement. ആർക്കൊക്കെയാണ് അതിന്റെ, കാരണം ഓരോ റിപ്പോർട്ട് കിട്ടിയാൽ അതിന് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആർക്കൊക്കെ ഗുണങ്ങൾ, അതന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. യൂട്ടിലൈസേഷൻ ഓഫ് ദ ഗവൺമെന്റ് ഫണ്ട്. ഗവൺമെന്റ് ഫണ്ട് യൂട്ടിലൈസും 10 രൂപ ചാലയിക്കണം കേട്ടോ. ഇപ്പൊ ഗവൺമെന്റ്, പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞാൽ, അറിയാത്ത ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ PSU സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയാം, ചിലപ്പോ 1 ലക്ഷം കട്ടാലും ചിലപ്പോ പിടിക്കപ്പെടില്ല. ചില സമയത്ത് ഞാൻ കക്കണം എന്നല്ല പറഞ്ഞത്, കക്കരുത്, സത്യസന്ധയോട് കൂടി ജോലി ചെയ്യണം. പക്ഷേ 1 രൂപ അല്ലെങ്കിൽ 50 രൂപ നിങ്ങൾ എടുത്തേനോ കട്ടേനോ എവിഡൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ജയിലിൽ പോകും, നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് കിട്ടും. എവിഡൻസ്, നിങ്ങളുടെ സർവീസ് തന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, മറക്കരുത്. അതായത് എവിഡൻസ്, പ്രൂഫ് ഉണ്ടെങ്കിൽ, ദാറ്റ് യു ഹാഡ് ഡൺ ദ കറക്റ്റ് പ്രാക്ടീസ് വിത്ത് പ്രോപ്പർ എവിഡൻസ്, സർവീസ് ക്യാൻ ബി ടെർമിനേറ്റഡ് ഇൻ ദ ഗവൺമെന്റ്. പ്ലീസ് റിമെമ്പർ ദിസ്. അപ്പൊ വളരെ ശ്രദ്ധാപൂർവ്വം ഹാൻഡിൽ ചെയ്യേണ്ടതാണ് ഗവൺമെന്റ് ഫണ്ട്സ്. കാരണം ഗവൺമെന്റിന്റെ കാശ് പറഞ്ഞാൽ ജനങ്ങളുടെ കാശാണ്, ടാക്സ് പേയുടെ, നികുതിദായകരുടെ പൈസയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നതിന്റെ, എനിക്ക് എന്തെങ്കിലും ഹോണറിങ് കിട്ടിയ അതിന്റെയും 10% ടാക്സ് ആണ് ജനങ്ങളുടെ നികുതിക്കാ പോണ. അപ്പൊ എനിക്ക് അവകാശപ്പെട്ടതല്ലേ ഇത്? ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യണ്ടോ എന്ന് ചോദിക്കേണ്ടത് എന്റെയും കൂടി കടമല്ലേ, ഞാനൊരു സിറ്റിസനല്ലേ. അതേമാതിരി നിങ്ങളും പല വിധത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോ റെയിൽവേ ടിക്കറ്റ് എടുത്തു, അതിലും ടാക്സ്, എവിടെ പോയാലും ടാക്സ് ആണല്ലോ നമുക്ക്. അപ്പൊ അതൊക്കെ ഈ ടാക്സ് അടച്ചാ പോണേ. ഒരു പെട്രോൾ അടിച്ചു, നിങ്ങളുടെ മോട്ടോർ സൈക്കിളിലോ വേറെ, അത് ഗവൺമെന്റിന് ടാക്സ് കൊടുത്തില്ലേ? ഓക്കെ, ഹൗവർ ആസ് വി ഹാവ്, ഇനി നോക്കിക്കോളൂ, മഹാത്മാഗാന്ധി, അതായത് നമ്മുടെ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമില് ഇന്ന് അത് നടന്നു വളരെ വളരെ ഉപകാരപ്രദമായ ഇതാണ്. അതിന്റെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ജനങ്ങൾക്ക്, അതായത് 19-60 വയസ്സായ വിധവകളായിക്കോട്ടെ, അവരിലൊരു സ്ത്രീകൾക്കായിക്കോട്ടെ, ജോലി കിട്ടുന്നതും മിനിമം അവർക്കൊരു 20 ദിവസമോ അല്ലെങ്കിൽ എത്ര ദിവസത്തെ പൈസ മാസത്തിൽ കിട്ടുന്നതും, ജോലി കിട്ടുന്നതും, കൂടുതൽ എഫേർട്ട് ഇല്ലാതെ ചെറിയ കൊച്ചു ജോലി ചെയ്ത് കിട്ടുന്ന ഒരു ജോബ് ഗ്യാരണ്ടി സ്കീമാണ്. പക്ഷെ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മള് സ്കീം സ്റ്റാർട്ട് ചെയ്താൽ പോരാ. പക്ഷേ അത് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു മസ്ജിദ്, ഒരു ചർച്ച് ഓർക്കുക, പണിയാൻ എളുപ്പമാണ്. പണിയാൻ കാരണം അവിടുന്ന് കുറച്ച് ഡൊണേഷൻ, ഇവിടുന്ന് കുറച്ച് ഡൊണേഷൻ, അവിടുന്ന് ഡൊണേഷൻ, ഇവിടുന്ന് ഡൊണേഷൻ. ഇപ്പോ ലണ്ടനിലെ ഗുരുവായൂരപ്പന്റെ ഒരു അമ്പലം പണിതുണ്ട്, നമ്മുടെ യൂസുഫ് അലിയാണ്. അമ്പലം പണിയാൻ എളുപ്പമാണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ കൊണ്ടു നടക്കാനോ. ഇപ്പൊ ഒരു ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ ശബരിമല, ഞാൻ തെറ്റിദ്ധരിക്കരുത്, ഒരു മതപരമായിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ 3ഉം പറഞ്ഞു. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിലത്തെ ക്രിയകളും ചട്ടങ്ങളും അതേമാതിരി അവിടെ നടക്കുന്ന ഇതും, കാരണം ഒറിജിനൽ ഇതാണ് അതവിടെ, ആ ചടങ്ങുകൾ അതേമാതിരി കൊണ്ടുപോകണം. ശബരിമല അതേമാതിരി പറ്റില്ല. ഇപ്പൊ പള്ളി ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ഇതായിക്കോട്ടെ, മറ്റുള്ള ചർച്ച, വാട്ട് പറയുന്നത് അവരുടെ ട്രഡീഷണൽ കൊണ്ടുപോട്ടെ. അതാണ് പ്രാധാന്യം. സി, സെറ്റിംഗ് അപ്പ് വൺ തിങ് ഇറ്റ് ഈസ് ഓക്കെ, ബട്ട് മെയിൻറ്റെയിനിങ് ദാറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട്. അപ്പൊ ഞാൻ എടുത്ത് പറയാൻ കാരണം, ഈ എംപ്ലോയ്മെന്റ് ക്യാൻഡിഡേറ്റ്സിൽ പലർക്കും സാലറി ചിലപ്പോൾ ഗവൺമെന്റ് അലോക്കേഷൻ, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കിട്ടും, കുറെ കഴിഞ്ഞാൽ 2 മാസം കിട്ടും, ഇങ്ങനെയൊക്കെ. അതല്ല, ഇവർക്ക് പാവം ജീവിക്കണം, അതുകൊണ്ട് മരുന്ന് വാങ്ങണം, ജീവിക്കാൻ അനുവദിക്കൂ.
അവിടെയാണ് സോഷ്യൽ ഓഡിറ്റ്. വെദർ യു ഹാവ് റിലീസ് ദ ഫണ്ട് പ്രോപ്പർലി, വെദർ സെൻട്രൽ ഗവൺമെന്റ് ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ. സെൻട്രൽ ഗവൺമെന്റിനോട് ചോദിച്ചാൽ പറയാം സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന് ഷെയർ കിട്ടിയില്ല പറയാം. അങ്ങനെയൊക്കെ അത് പാടില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവർക്ക് കിട്ടണമല്ലോ. എന്നാലേ, കാരണം ചിലൊരു TB പേഷ്യൻ്റ് ഉണ്ടാവും, ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരിക്കും, 1000 രൂപയും അല്ലെങ്കിൽ 1500 രൂപ എന്തെങ്കിലും കിട്ടുക ചില സമയത്ത്. അത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ഒരു സ്ഥിതി? പട്ടിണി കിടക്കും. ഓക്കെ, നോ, ഇത് സെയിം ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇത് മേഘാലയയിലുണ്ട്, ഉത്തർപ്രദേശിൽ പല 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 സോഷ്യൽ ഓഡിറ്റ് ഇതുണ്ട്. മേഘാലയയിൽ ഓരോരുത്തരെ ഓരോരോ വിധത്തില് വളരെ സ്ട്രിക്റ്റ് ആണ്. ചിലര് വെസ്റ്റ് ബംഗാളിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, കർണാടകയിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്, തെലങ്കാനയിലുണ്ട്. സ്ത്രീ നിധി ലോൺ, ഇവിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് തെലങ്കാന ഗവൺമെന്റ് ലോൺ കൊടുക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് അവനവൻ്റെതായ ജോബ് കണ്ടെത്തി, തുന്നലായിക്കോട്ടെ, വേറെന്തെങ്കിലും ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, ചെറിയ ചെറിയ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോൺ കൊടുക്കുന്നുണ്ട്, 1% ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെ. അങ്ങനെ പിന്നെ ട്രൈബൽ ഡെവലപ്മെന്റ് സ്കീം ജാർഖണ്ഡിൽ ഏറ്റവും കൂടുതൽ ST ജാർഖണ്ഡിലുണ്ട്, ഒറീസയിലും ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ. അതല്ല പറയുന്നത്, ജാർഖണ്ഡില് ഏറ്റവും കൂടുതൽ ST ഒറീസയിലാണ് കേട്ടോ, ജാർഖണ്ഡിലുണ്ട്. അപ്പൊ എന്നാൽ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി സൊസൈറ്റി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ നമ്മുടെ ട്രൈബൽ ഡെവലപ്മെന്റോ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുന്നത് രാഷ്ട്രീയപരമായിട്ടല്ല, സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷമുള്ള കാര്യം ഇന്നത്തെ വരെ ഞാൻ പറയുന്നത്. അവര് ഡെവലപ്പ് ആയിട്ടുണ്ടോ? ഈ ഡെവലപ്മെന്റ് ഇത്ര പൈസ, ഇത്ര കോടി മറക്കരുതേ. ഇന്നും പട്ടിണി മാത്രം അവർക്ക്. ഓരോരോ ട്രൈബൽ ബെൽറ്റിൽ പോയി അറിയാം സ്ഥിതി. മരുന്നില്ല, ഒന്നുമില്ല. അവിടെയൊക്കെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ യാതൊന്നുമില്ല. ഒരു പ്രഗ്നന്റ് ലേഡി ഒരു ഡെലിവറി ചെയ്യാൻ ഹോസ്പിറ്റലില് ബെഡില്ല, യാതൊന്നുമില്ല, ഡോക്ടറില്ല. അവിടെ ആരും പോകാൻ തയ്യാറുമില്ല. ഏത് ഡോക്ടർ അങ്ങോട്ട് പോകാൻ തയ്യാറുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ദൂരം പോണ്ടേ. അപ്പൊ അതൊന്നും അവര് ചിലപ്പോ കാട്ടിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറില്ല. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നമുണ്ട്. അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് അവരുടെ കുറെ ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് അവിടെ എത്തുന്നുണ്ടോ എങ്കിലാണ് ഡെവലപ്മെന്റ് നടക്കൂ. ഞാൻ പറയട്ടെ, ഒരു ചെറിയ സോഷ്യൽ ഓഡിറ്റ്. ഞാൻ സമയത്തിന്റെ അഭാവം വളരെ ഉണ്ട്. നോക്കൂ, എന്റെ റൂറൽ ഏരിയ എന്നാണ് ഞാൻ വരുന്നത് കേട്ടോ. ഞാൻ ജനിച്ചെന്ന്, അതായത് എനിക്ക് ഓർമ്മ വെച്ച മുതൽക്കുള്ള ചെറിയ ആളുകൾക്ക് നടക്കാൻ പറ്റിയ കല്ലുകൂടെ നടക്കുന്ന ഒരു റോഡാണ് എൻ്റെ വീടിന്റെ വലിയ. മറക്കരുതേ, ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിക്കുന്ന സ്ഥലമാണത്. ഞങ്ങളുടെ ആ വില്ലേജ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ആ വില്ലേജ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിക്കുന്ന സ്ഥലത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയ റോഡ്, കല്ലും മുള്ളും മറ്റേ പാറക്കല്ലും ആയിട്ടുള്ള ഒരു റോഡ്. എന്ന് ഞാൻ കൊച്ചുകുട്ടിയായിട്ട് 3-4 വയസ്സുള്ളപ്പോൾ ഉള്ള റോഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും 71 ഇയറായി എനിക്ക്. അതേ റോഡ്, അതേ കല്ല്, മനസ്സിലായോ? ഒരു ഇംപ്രൂവ്മെന്റും ഉണ്ടായിട്ടില്ല. അതൊന്ന് മെറ്റലിട്ടില്ല, അതൊന്ന് ഞാൻ പറയാച്ച ഒരു വാഹനം പോകാൻ പറ്റില്ല ഇതിന്റെ മീതെ. ഇതാണ് സ്ഥിതി. നമ്മൾ ഈ ഡെവലപ്മെന്റ് പറഞ്ഞ് കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി എത്തേണ്ട സ്ഥലത്ത് എത്തുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ആരും കുറ്റം പറയല്ല. ഞാന് പഠിക്കുന്ന സമയത്ത്, അതായത് 64-65, ഞാൻ 10ാം ക്ലാസ് പാസ്, അതായത് 65-ലാണ്, 64-65-ലാണ് ഞാൻ പഠിക്കുന്ന സമയത്ത്. ഈവൻ ഞാൻ പറഞ്ഞു 62-63 ടൈമില് അവിടെ ഞങ്ങളുടെ അവിടെ പൈപ്പ് ഇട്ടു. അവിടെ റോഡ്, അവിടെ ചെറിയ കൊച്ചു റോഡിന്റെ അവിടെ പൈപ്പ് ഇട്ടു, എല്ലാവരും വെള്ളം വരുമെന്ന് വിചാരിച്ചിട്ട്. എന്ന് 1963-64 ഇതേതാ 2003. ഇതുവരെ ആ പൈപ്പില് ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. 1963 സ്ഥിതി ഇന്ന് 2023 മാത്രമല്ല, പൈപ്പ് എല്ലാം അടഞ്ഞുപോയി, കംപ്ലീറ്റ് അടഞ്ഞുപോയി ചെയ്തു. അപ്പൊ സോഷ്യൽ ഓഡിറ്റ് വേണ്ടേ? പൈപ്പ് ഇട്ടാൽ മതിയോ? വെള്ളം വരണ്ടേ? ഇല്ലെങ്കിൽ എന്തിനാ ഗവൺമെന്റ് പൈസ ചെലവാക്കിയതേ? മനസ്സിലായോ? ട്രൈബൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇത് പറഞ്ഞു. റൂറൽ ഡ്രിങ്കിങ് വാട്ടർ ആൾറെഡി നിങ്ങൾക്ക് അറിയാം. പിന്നെ സോഷ്യൽ ഓഡിറ്റ്, ഇത് നമ്മൾ ഒരാളെയും കുറ്റം പറയല്ല കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി ഒരു സ്ഥലത്തല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, അത് എല്ലായിടത്തും ഉണ്ട്.
ഇറ്റ് ഈസ് എവിഡൻസ് ഫ്രം, ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം എല്ലായിടത്തും ഉണ്ട്, മനസ്സിലായില്ലേ? It is evident from the study that in effective social audit ensure transparency and accountability. Okay, effective implementation, ownership of the scheme, consequently അങ്ങനെയുള്ള ഓരോരോ ഇതാണ് സോഷ്യൽ ഓഡിറ്റ് മീറ്റിംഗ്. ഇതില് എന്താണ് വേണ്ട ഒരു പ്രാധാന്യമുള്ളതെന്ന് പറയുന്നത്, ഇടയ്ക്കൊക്കെ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിക്കോട്ടെ ഇവര് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം കൺസേൺ ആളുകളുടെ, അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റോ ആരായിട്ട് പിന്നെ മീറ്റിംഗ് നമ്മളെ ചെയ്യുന്നു. കാരണം സോഷ്യൽ ഓഡിറ്റ് പറഞ്ഞാൽ ഇതൊക്കെയാണ് പ്രൊമോഷൻ, എന്താണ് റൈറ്റ് ടു ലയബിലിറ്റി ഇൻഫർമേഷൻ ബിയോണ്ട് ഫൈനാൻഷ്യൽ ഓഡിറ്റ്, എംപവറിംഗ് പ്രോസസ്സ്, മോണിറ്ററിംഗ് പ്രോസസ്സ്, അതായത് മോണിറ്റർ ചെയ്യണം. പിന്നെ ഫാക്ട് ഫൈൻഡിങ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, മനസ്സിലായോ? എന്തുകൊണ്ട് അങ്ങനെ, ഇപ്പൊ നോക്കിക്കോളൂ, മഴ പെയ്തപ്പോ എന്തുകൊണ്ട് റോഡ് കൂടെ പത വന്നു, വെള്ളത്തിൽ മുഴുവൻ പത, എന്തുകൊണ്ട്? ഫാക്ട് ഫൈൻഡിങ്. ഇതാണ് സോഷ്യൽ ഓഡിറ്റ്. എന്തുകൊണ്ട്? കെമിക്കൽ ആസ്പെക്ട് ഉണ്ടോ? അപ്പൊ എൻവയോൺമെന്റൽ സയന്റിസ്റ്റിനെ വേണം, ആളുകളെ എക്സ്പെർട്സിനെ, മനസ്സിലായത്? പിന്നെ ഫാക്ട് ഫൈൻഡിങ്, പിന്നെ മലാഫൈഡ് ഇതുണ്ടോ, ചിലത് കൃത്രിമം ചെയ്യുന്നവരോ ചിലവരുണ്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. യെസ്, അപ്പൊ സോഷ്യൽ ഓഡിറ്റ് മീറ്റിംഗ് വൾണറബിൾ പീപ്പിൾ ഗെറ്റ് എ ചാൻസ് ടു എക്സ്പ്രസ്. ചിലവരെ എന്താ പറ്റുന്ന ഈ സോഷ്യൽ ഓഡിറ്റ് ആകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവർ പറയും. ഇപ്പൊ നമ്മൾ ട്രൈബലിലൊക്കെ പോകുമ്പോ, സാറേ ഞങ്ങളുടെ ഇവിടെ നദിയാണ്, അത് ക്രോസ് ചെയ്യാൻ ബ്രിഡ്ജില്ല, ഞങ്ങളുടെ ഒരു പ്രസവ വേദന അളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകണം വെച്ചാൽ ഈ പാലമില്ല, ആളുകളെ തോളിലിട്ടിട്ട് പോകണം, കയറ് പിടിച്ചിട്ട് പോകണം. കയറ് കെട്ടിയിട്ട് അറിയില്ലേ നമ്മുടെ അട്ടപ്പാടി, അപ്പുറത്ത് ഒരു മരത്തിൽ കയറ് കെട്ടിയിട്ട് ഇപ്പുറത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ഒരു പ്രഗ്നന്റ് ലേഡി ആ വയറ് കയറ് കൂടെ പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയത്. അപ്പൊ എന്താ നമ്മൾ പറയുന്നത്, ഈ കാലം ഈ വൾണറബിൾ പീപ്പിൾ എന്ന് വെച്ചാൽ അവർക്ക് അഫക്റ്റഡ് ആളുകൾക്ക് ഒരു ചാൻസ് കിട്ടും, അവരുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒപ്പീനിയൻ പറയാനുള്ള അവസരം കിട്ടും. അപ്പൊ സോഷ്യൽ ഓഡിറ്റ് പ്ലാനിങ്, പിന്നെ ഓഡിറ്റ് ചെയ്യാൻ പ്ലാനിങ് വേണം. ഇന്ന സ്ഥലത്ത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതാ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറയണ്ട, പെട്ടെന്ന് ചെക്ക് ചെയ്യണം, പോയിട്ട് ഹോസ്പിറ്റലില് പെട്ടെന്ന് ചെയ്യണം. കാരണം അത് മരുന്നുണ്ടോ, അതോ എല്ലാം ഒരു നീല നിറം വെള്ളം അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള വെള്ളം, ആ മനുഷ്യർ അത് കുടിക്കും. എന്ത് വെള്ളം, എന്ത് മരുന്ന്, ഡോക്ടർ ഉണ്ടോ, ബെഡ് ഉണ്ടോ, ക്ലീൻ ആയിട്ടുള്ളതുണ്ടോ, അവിടെ ആംബുലൻസ് ഉണ്ടോ ഒക്കെ നോക്കണ്ടേ. നമ്മളൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഫയർ എഞ്ചിൻ ഉണ്ട്, ഫയർ എഞ്ചിനിൽ വെള്ളം ഉണ്ടോ, വെള്ളം കിട്ടില്ല, തീ പിടിക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടാവില്ല അപ്പുറത്ത്, അല്ലെങ്കിൽ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഓടിക്കാൻ പെട്രോൾ ഉണ്ടാവില്ല ചില സമയത്ത്, കാരണം പമ്പ് പൈസ കൊടുക്കുന്നില്ല, പമ്പിന് കുറെ ക്രെഡിറ്റ് ഇന്നും ഉണ്ടായിരുന്നു പേപ്പറിൽ, പോലീസ് ജീപ്പിനൊന്നും പൈസ കൊടുക്കുന്നില്ല, കാരണം അവര് കുറെ കൊടുക്കണ്ട്, അവർക്ക് നിവൃത്തിയില്ല, പെട്രോൾ പമ്പുകാർക്ക് നിവൃത്തിയില്ലല്ലോ, അവർക്ക് ഹെവി ഇതല്ലേ അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് പിന്നെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓരോ നമ്മളൊരു ആനുവൽ കലണ്ടർ നമ്മൾ പ്രിപ്പയർ ആണ്, എവിടെയാണ് ഓഡിറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ഓഡിറ്റ് ചെയ്യണം, എവിടെയൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് കണ്ടുപിടിച്ച് കുറ്റം ചെയ്തവരെ ഇറസ്പെക്റ്റീവ് ഓഫ് എനി പൊളിറ്റിക്കൽ അഫിലിയേഷൻ ദേ ഷുഡ് ബി പണിഷ്ഡ്. മനസ്സിലായോ? അത് ചെയ്യുന്നില്ല, അവിടെ മുഖം നോക്കരുത്. തെറ്റുകൾ കണ്ടാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. ആരാണ് ചെയ്ത അഴിമതി ചെയ്ത അവന് അത് ശിക്ഷിക്കപ്പെടണം എന്നാണ് അത് മറ്റുള്ളവർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ സോഷ്യൽ ഓഡിറ്റ് ചില സമയത്ത് അത് മാത്രം ചെക്ക് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഇത് മാത്രം അല്ല, എല്ലാം കവറേജ് വേണം, എല്ലാം നോക്കണം. സോഷ്യൽ ഓഡിറ്റ് എവാലുവേഷൻ വേണം. അതിന്റെ പിന്നെ ഒരു കാര്യം, റിപ്പോർട്ട് തന്നിട്ട് അത് എവാലുവേറ്റ് ചെയ്തില്ല എന്താ ചെയ്യുക, നിങ്ങൾ കൊണ്ട് സബ്മിറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ കുറെ കമ്മിറ്റി നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കണ്ടല്ലോ, ആ കമ്മിറ്റി റിപ്പോർട്ട് ആരും വായിക്കുന്നുണ്ടോ? എവിടെ വായിക്കുന്നത്? 10 കൊല്ലം മുമ്പേത്തെ റിപ്പോർട്ട് പോലും ഇപ്പോഴും ഇത് മണ്ണ് പിടിച്ചിട്ട് അവിടെ കിടക്കാണ്, വായിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ ഇത് എവാലുവേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ട, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അവയർനെസ് എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതാണ് സോഷ്യൽ ഓഡിറ്റ്. അപ്പൊ സോഷ്യൽ ഓഡിറ്റ് റോള് അതെന്റെ ഗ്രാമസഭ. പിന്നെ ഈ പഞ്ചായത്തില് നമ്മൾ എത്രയോ പൈസ ചെലവഴിക്കുന്നതാണ്. അപ്പൊ അതില് കിണർ കുഴിച്ചു പറഞ്ഞിട്ട് കിണർ കുഴിച്ചിട്ടുണ്ടോ, കുളം കുഴിച്ചു പറഞ്ഞ് കുളം ഉണ്ടോ, ചിലപ്പോ കുളം കാണിക്കുന്നു വേറെ എന്തെങ്കിലും ആയിരിക്കും ഫോട്ടോ, മനസ്സിലായോ? ഞങ്ങള് ലൈബ്രറി ഓപ്പൺ ചെയ്യും, ലൈബ്രറി ഉണ്ടോ, അതിൽ പുസ്തകം ഉണ്ടോ, ഇതൊക്കെയുണ്ട് പ്രശ്നങ്ങൾ. ഇപ്പൊ പശുവിന് ലോൺ കൊടുക്കുന്നുണ്ട്, കുറെ കഴിഞ്ഞ് പോയത് എവിടെ പശു, അത് ചത്തുപോയി, ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോ ഈ പൈസ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഗവൺമെന്റിന്റെ പൈസ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇൻ പ്രാക്ടീസ് ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഹോൾഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു മെക്കാനിസം ബൈ ഗ്രാമസഭ. നിങ്ങൾക്കറിയാലോ അതൊക്കെ നമ്മുടെ ഇത്. പിന്നെ എപ്പോഴും ഈ നമ്മുടെ പഞ്ചായത്തില് മീറ്റിംഗ് നടക്കണം, ഗ്രാമസഭയുടെ മീറ്റിംഗ് വേണം.
അല്ല മീറ്റിംഗ് നടന്നാൽ പോരാ, അവിടെ പോയി ചായ കുടിച്ചിട്ട് പരിപാടി നിന്നിട്ട് പോകുന്ന പോരാ. അതിന് അജണ്ട വേണം. എന്താ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്? ഓരോരോ വാർഡിലത്തെ പ്രശ്നം എന്താണ്? വാട്ടറിന്റെ പ്രശ്നമുണ്ടോ? ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ടോ? ബസ് ട്രാൻസ്പോർട്ട് പ്രശ്നങ്ങളുണ്ടോ? ഹോസ്പിറ്റൽ ഉണ്ടോ? നിങ്ങളൊരു മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വട്ടം കൂടിയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നൊരു കാര്യമില്ല. അതിനുള്ള അജണ്ട ഉണ്ടാക്കണം. വെനു ഏതാണ് സ്ഥലം? അതായത് ചിലപ്പോൾ പഞ്ചായത്ത് ഓഫീസായിരിക്കാം, വേറെ ഏതെങ്കിലും ആയിരിക്കാം. ചെയർപേഴ്സൺ, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞ് ശരിയല്ല കേട്ടോ. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ആൾറെഡി പ്രസിഡന്റ് ആണ്. പണ്ടത്തെ കാലത്താണ് ഈ ചെയർപേഴ്സൺ ആരാണ്? എൽഡർ പേഴ്സൺ വിൽ ബി ദ ചെയർപേഴ്സൺ, അല്ലെ ചെയർമാൻ, ഏറ്റവും മൂത്ത ആള്. അങ്ങനെയല്ല ഇപ്പോ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ഷൻ നടന്നിട്ടാണ് ഇപ്പോ കംപ്ലീറ്റ്. കാരണം ഇപ്പൊ സ്ത്രീകൾക്ക് 50% റിസർവേഷൻ ഉണ്ട്. അപ്പൊ അതിൽ പ്രസിഡന്റും എലക്ട് ചെയ്തിട്ടാണ്. അല്ലാണ്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് എൽഡേഴ്സ് വിൽ ബി എലക്ടഡ്. നോ. പിന്നെ വോട്ടിംഗ് ഫോർ ഡിസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ദ ഗ്രാമസഭ, അത് എന്തൊക്കെയാണ്? വോട്ടിംഗ് ഒക്കെ ഉണ്ട്, ഓരോരുത്തർ അവകാശങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബില്ലൊക്കെ. പിന്നെ ഇതെന്താ ATR ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്? കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾ ഡിസിഷൻ എടുത്തതിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തു? എപ്പോഴും അജണ്ടയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോളോ അപ്പ് ആക്ഷൻ ആയിരിക്കണം അജണ്ടയിലെ നമ്പർ 1. ഫോളോ അപ്പ് ആക്ഷൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾ ഡിസ്കസ് ചെയ്തതിന്റെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഫലം എന്തൊക്കെ ചെയ്തു. പിന്നെ മീറ്റിംഗ് നടന്നാൽ ചെയർമാൻ സൈൻ ചെയ്യണം. മനസ്സിലായില്ലേ? ചെയർപേഴ്സൺ ഈ മീറ്റിംഗിൽ സൈൻ ചെയ്യണം. കാരണം അത് റെക്കോർഡാണ്. കാരണം പല ഡിസിഷൻ എടുക്കുന്നതാണ്. മിനിറ്റ്സ് വേണം, രജിസ്റ്ററിൽ എഴുതണം, കൈ കൊണ്ട് എഴുതണം, കമ്പ്യൂട്ടറിൽ പാടില്ല. കാരണം അതിൽ സിഗ്നേച്ചർ വേണം. ഈ ബുക്ക് എന്നും സൂക്ഷിക്കണം നിയമപരമായിട്ട്. പിന്നെ ചിലയിടത്തൊക്കെ പെയിന്റിങ് ഇവിടെ അങ്ങനെ ചെയ്യാം. പണ്ടൊക്കെ നമ്മുടെ കുടുംബാസൂത്രത്തിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഫാമിലി പ്ലാനിങ്, ചിലരുടെ അവയർനെസ്സിന് വേണ്ടിയിട്ടാണത് കേട്ടോ. വാൾ പെയിന്റിങ്. അപ്പൊ കണ്ടോ ഇവിടെ ഐ ഹവ് സീൻ വൺ, നമ്മുടെ എടപ്പള്ളിയും കൊച്ചി ഒരു സ്കൂളിന്റെ മതില് കംപ്ലീറ്റ് പെയിന്റ് ചെയ്തിരുന്ന ചങ്ങാമ്പുഴയുടെ രമണൻ. അതിന്റെ മുഴുവൻ ആ കവിതയുടെ ഇതാണ് പെയിന്റ് ചെയ്തിരിക്കണ കംപ്ലീറ്റ്. ആ ചങ്ങാമ്പുഴയുടെ കൃതി അത് ജനങ്ങളുടെ അവയർനെസ് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പലതും കാണാലോ, നമ്മുടെ ഗവൺമെന്റിന്റെ ഈ ട്രാഫിക് റൂൾസിനെ പറ്റിയിട്ടും ഓരോന്ന് ഫാമിലി വെൽഫെയർ ഇതിനെയൊക്കെ പറ്റിയിട്ട് കാണാലോ അവയർനെസ്. പ്രൊസീഡിങ്, പിന്നെ പ്രൊസീഡിങ്ങിനെ പറ്റി പറഞ്ഞതൊക്കെ പാഠത്തിൽ. പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലെ ചില സമയത്ത് ചിലരുണ്ട്, ഇവിടെ ഹരിയാന അതേമാതിരിയുള്ള സ്റ്റേറ്റില് നമ്മുടെ വില്ലേജ് പഞ്ചായത്തില് അവിടെ ആലിന്റെ ചോട്ടില് അല്ലെ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് വട്ടം കൂടിയിട്ട് അവിടുന്ന് പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നിട്ട് അവർ തീരുമാനിക്കും ചിലര് നാട് കടത്തണം, ചിലർക്ക് കെട്ടിയിട്ട് അടിക്കണം എന്നും കൂടി അവർ തീരുമാനിക്കും. അങ്ങനെയൊന്നും പാടില്ല. ഇപ്പോ പണ്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ പലതും ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല. അതായത് വിവാഹം കഴിച്ചാൽ വേറെ ഇന്റർ കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നാട് കടത്തുക, അവിടെ പ്രദേശത്ത് വരാൻ പാടില്ല, അങ്ങനെയൊക്കെ തീരുമാനിക്കേണ്ടത് ഈ വില്ലേജ് കമ്മിറ്റി അവിടെ. പക്ഷെ അതൊന്നും പാടില്ല. കാരണം പഞ്ചായത്ത് രാജ് സിസ്റ്റം എൻറ്റർലി ഡിഫറെന്റ് ആണ്. പക്ഷെ ഇത് ഓൾഡ് ട്രഡീഷൻ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ. സോഷ്യൽ ഓഡിറ്റ് അപ്പോഴത്തേക്ക് പുവർ കണ്ടീഷൻ ആണ്. ചിലത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആളുകൾ മടിക്കാണ്. അതായത് ഓപ്പറേറ്റ് ചെയ്ത് പല കാര്യങ്ങള് എന്താ പറയണ്ടേ, നോക്കൂ ഞാൻ ഉദാഹരണം പറയാം. ഇത് ഈ ആറ്റിറ്റ്യൂഡ്, നമ്മളവിടെ പോയിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉത്തരം തരില്ല. ഒരു ബില്ല് അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പ്രാവശ്യം വരെ നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ബില്ല് തരില്ല. കാശ് മേടിച്ച് വയ്ക്കും, ബില്ലിന് വേണ്ടി നമ്മൾ ക്യൂ നിൽക്കണം. എനിക്കുണ്ടല്ല അപ്പാത്തറ്റിക് ആറ്റിറ്റ്യൂഡ്. എന്താ കാരണം അറിയോ? ഗവൺമെന്റ് ജോബാണ്ട് കിട്ടി എനിക്ക് അല്ല എന്നാണ്. അല്ല, യു ആർ റെസ്പോൺസിബിൾ ടു ദ സിറ്റിസൺ ബിക്കോസ് ടാക്സ് പേസ് മണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ്. തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണ് അങ്ങനെയല്ല എന്നും അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം വി ഷുഡ് ബി അക്കൗണ്ടബിൾ, റെസ്പോൺസിബിൾ ആൻഡ് പങ്ക്ച്വൽ. Dedicated loyalty should be shown to the organization. Organization is superior than individual. If organization is there, you are the organization. നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. സോഷ്യൽ ഓഡിറ്റ്, ആന്ധ്രാപ്രദേശിന്റെ ഓഡിറ്റിനെ പറ്റി പറയുന്നുണ്ട്. വളരെ മോഡലാണ്, വളരെ നല്ലതാണ്. ജാർഖണ്ഡിനെ പറ്റി അതായത് ഓരോരോ വിധത്തിലുള്ള അവർ ഇംപ്ലിമെന്റേഷൻ. പഞ്ചാബിൽ വേറൊരു വിധത്തിൽ കേട്ടോ. അത് ബുക്കിലുണ്ട്, ജസ്റ്റ് ഈസി ആയിട്ട് വായിച്ചാൽ മതി. പ്രിപ്പറേഷൻ, പിന്നെ കലണ്ടറിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ റെക്കോർഡ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം.
ഓരോരുത്തരുടെ ബില്ല് തന്നതും, അതായത് നമുക്ക് റെമിറ്റൻസ് ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്ക് ചെലവായതും, വരവും, റവന്യൂ, കളക്ഷൻ. കാരണം പിന്നീട് തഹസിൽദാരും കലക്ടറൊക്കെ കൊടുക്കേണ്ടതാണ്. എത്ര ബില്ല് നമ്മുടെ നികുതി പിരിച്ചു, വീട്ടിന്റെ നികുതി എത്ര, കൃഷിയുടെ നികുതി എത്ര, ഇതിന്റെ ഇൻഷുറൻസിന്റെ എത്ര, കാരണം ഫാർമേഴ്സിന്റെ ഇൻഷുറൻസ് ഉണ്ട്, അതൊക്കെ എത്രയെന്ന് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം റെക്കോർഡ് വേണം. പിന്നെ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം. പ്രൊബേഷൻ ഓഫീസ് ബ്ലോക്കിൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും എന്തിനൊക്കെ, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഓരോരോ ഷെഡ്യൂൾസ് ഉണ്ടാക്കണം. പിന്നെ പീരിയോഡിക് ടെസ്റ്റ് ഓഡിറ്റ്, ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ടെസ്റ്റ് ഓഡിറ്റ് ഉണ്ട് ആവശ്യമുള്ളടത്ത്. എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സോഷ്യൽ ഓഡിറ്റ് is considered a powerful tool to ensure and promote transparency, accountability and people participation in the government. ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതാണ് in this unit we have discussed the meaning, objective, role, significance of the social audit. ഇനി അങ്ങനെ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയുണ്ട്, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഉണ്ട്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, മിഡ് ഡേ മീൽ സ്കീം ഉണ്ട്. പരിതാപകരമായ സ്ഥിതിയാണ് സോഷ്യൽ ഓഡിറ്റ്. അതാ ഇന്ന് ഞാൻ വായിച്ചിട്ടാ പറയണേ, മിഡ് ഡേ മീൽ സ്കീം, കുട്ടികളുടെ ഭക്ഷണം. ഇന്ന് ഞാൻ വായിച്ച് വരുന്നത്, ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ പേപ്പറിൽ വായിച്ചു നോക്കൂ, മാതൃഭൂമിയിലുണ്ട്. പരിതാപകരം. മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ, അതായത് എന്താണ് നമ്മുടേത്, സെൻട്രൽ ഗവൺമെന്റ് കുറച്ച് ഷെയർ കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ എന്തെങ്കിലും കൊടുക്കണം. ഭക്ഷണം അവർക്ക് പട്ടിണി എടുക്കരുത്, കുട്ടികൾ നല്ല പഠിച്ച് തന്നാവട്ടെ. കാരണം പ്രൈമറി സെക്കൻഡറി സ്കൂളിൽ അല്ലേ, അതല്ലേ. അതിന്റെ ഇടയിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു കോഴിമുട്ടിയും കൊടുക്കുക, പാലും കൊടുക്കാന്ന്. 10 പൈസ കൊടുക്കുന്നില്ല സ്കൂളിലേക്ക്, പോരെ. ഒരു കോളേജിലെ, ഒരു സ്കൂളിലെ 2200 കുട്ടികൾ ഇന്നത്തെ പത്രത്തിലേക്കുള്ളൂ. അവരിൽ ഒരു പൈസ ഇല്ല. അവർക്ക് 2200 കുട്ടികൾ ഭക്ഷണം കൊടുക്കണം. പാല്, അതിൽ കോഴിമുട്ട, എന്താ മുട്ടയുടെ ചാർജ്, എവിടുന്ന് എടുക്കും? എന്നിട്ട് ലക്ഷക്കണക്കില് അവിടുത്തെ ഹെഡ് മാസ്റ്റർക്ക് കടം, ഓരോ ടീച്ചർമാർക്കും കടം. കാരണം ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ കൊടുത്തിട്ടില്ല. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ, അവർ പട്ടികടത്തിലാണ് വരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതല്ലേ കുട്ടികള്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ. പാവങ്ങള് റൂറൽ ഏരിയ എന്നൊക്കെ ഒന്നും കഴിക്കും. അവര് സ്കൂളിൽ കിടിച്ചിട്ടല്ലേ വരണേ. കാരണം വീട്ടിൽ നിന്ന് കാലിയായിട്ട് അവർക്ക് വൈകുന്നേരം 4 മണിക്ക് ഇരിക്കണ്ടല്ലോ, വൈകിലൊന്നുമില്ല. ഇറ്റ് വാസ് വെരി സാഡ് ടു റീഡ് ദാറ്റ്. അവസാനം ഹെഡ് മാസ്റ്റർ കൈകൂപ്പിയിട്ട് ഒരു ടീച്ചറോട് ചോദിക്കുക, ആ കഴുത്തി കിടക്കുന്ന മാലയെന്ന് തരുമോ, പണയം വെച്ചിട്ട് പൈസ മേടിച്ച് കുട്ടികൾക്ക് ഒന്ന് ഭക്ഷണം കൊടുക്കട്ടെ. ആ സ്ത്രീ അങ്ങനെ ഊരി കൊടുത്തു. അപ്പോ എന്നിട്ട് പൈസ കൊടുത്തിട്ട് അന്നത്തെ ഭക്ഷണത്തിന് എന്തോ അറേഞ്ച്മെന്റ് ചെയ്തു. പക്ഷെ പ്രശ്നം അതല്ല. ഈ ഹെഡ് മാസ്റ്റർ ചോദിക്കാൻ, ഞാൻ ഇതെങ്ങനെ തിരിച്ച മേഡത്തിന് കൊടുക്കുക? പോരെ. അത് പറയുന്നുണ്ട്. നോക്കൂ, ഗവൺമെന്റ് തന്നല്ലാതെ എന്റെ ലക്ഷക്കണക്കിൽ പറയണ, എനിക്ക് വീട്ടിൽ പോകാനും പറ്റില്ല എന്ന്. കാരണം വീട്ടിലത്തെ പണം ഭരണം ഇത് എല്ലാം കടം 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 കടം, ലക്ഷക്കണക്കിന് കടം. വീട്ടിൽ പോകാനും നിവൃത്തിയില്ല, സ്കൂളിൽ വരാനും നിവൃത്തിയില്ല ഹെഡ് മാസ്റ്റർക്ക്. ഇവിടെ വന്ന് പിന്നെ അതുമല്ല, വഴി കൂടെ നടക്കുമ്പോൾ ഒക്കെ കടക്കാർ ചോദിക്കും. അവസാനം ഈ സ്ത്രീയുടെ, ടീച്ചറുടെ, മേഡത്തിന്റെ ആഭരണം പണയം വെച്ചിട്ട് സാധാരണ തൊട്ടൊരു കടയിൽ നിന്ന് നമ്മൾ എവിടുന്ന സാധനങ്ങൾ ഇട്ടിട്ട് അവിടെ കൊടുത്തു. അവിടെ അവർക്ക് തൽക്കാലം ഒരു ശമനത്തിന് വേണ്ടി, മുഴുവൻ കൊടുത്തില്ല, അത് അവർ കൊടുത്തു. അപ്പൊ അയാൾ പറയാം, ഞാൻ എങ്ങനെ തിരിച്ച് സ്വർണ്ണം എങ്ങനെ എടുക്കുകയെന്ന്. പോരെ. അപ്പൊ ഇതാണ് സോഷ്യൽ ഓഡിറ്റ്. നിയമം ഉണ്ടാക്കിയാൽ പോരാ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ കൂടി നോക്കണം. അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കരുത്, പ്രോമിസ് ചെയ്യരുത്. പ്രോമിസ് ചെയ്താൽ ഫുൾഫില്ല് ചെയ്യണം. മനസ്സിലായില്ലേ? പൊളിറ്റിക്കൽ പ്രോമിസ് ചെയ്യരുത്. അതിൽ വൈറ്റൽ എന്താണ് എന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ആലോചിക്കണം. തിങ്ക് ബിഫോർ യു ആക്ട്. ഇന്നത്തെ ഞാൻ യഥാർത്ഥമാണ് പറയുന്നത്. അത് വായിച്ച വലിയ സങ്കടം തോന്നും. അവിടുത്തെ ടീച്ചർമാരൊക്കെ എന്നിട്ട് എന്താ പറയണ അറിയോ, ഞങ്ങളുടെ ശമ്പളം എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന്. അത് തോന്നുമ്പോഴേ ഞങ്ങൾക്ക് ശമ്പളം തരണം. പോരെ. ആ ടീച്ചർമാർ ആ ശമ്പളം ഞങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു. പോരെ. ഞങ്ങളുടെ വീട്ടിലത്തെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല എന്ന്. എന്നുവെച്ചാൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഈ കുട്ടികളെ എങ്ങനെ, കാരണം സങ്കടം എന്താ വെച്ചാൽ 2200 കുട്ടികളെ എം ടി സ്റ്റൊമക്കിൽ വന്ന ആർക്കും സങ്കടം ഉണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞെന്ന് മാത്രം കേട്ടോ, തെറ്റിത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നടക്കട്ടെ. അപ്പൊ തന്നെ ഈ സോഷ്യൽ ഓഡിറ്റിന്റെ ഗുണം എന്താണ് ഞാൻ പിന്നെ സ്ട്രെങ്തൻ. അപ്പൊ ഇതിന്റെ ചില ഗുണങ്ങളൊക്കെയാണ് പറഞ്ഞ. ഇനി കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ എന്തെങ്കിലും പറയാൻ ബാക്കിയിട്ട് നോക്കട്ടെ. ഞാൻ നാഷണൽ ഫുഡ് സെക്യൂരിറ്റിന്റെ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ വലിയ വലിയ പോളിസിയൊക്കെ ഉണ്ടാക്കിയിട്ടാ. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണ്ടോ?
നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ട്. ആരും പട്ടിണി കിടക്കരുതെന്ന്. പട്ടിണി കിടക്കുന്നില്ലേ? എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഈ മേയറിന്റെ വീട്ടിന്റെ തൊട്ടത്, കൊച്ചി മേയറിന്റെ വീട്ടിന്റെ അടുത്ത് തൊട്ട് എൻ്റെ വീട്ടിന്റെ ഏകദേശം അടുത്ത് ഒരു സിനിമാ നടൻ കാശില്ലാതെ, അസുഖം ബാധിച്ച്, TTM കാശില്ലാതെ പട്ടിണി കിടന്ന് മരിച്ചു. പേര് പറയുന്നില്ലേ? പേര് പറയാൻ നിങ്ങൾക്ക് അറിയും. എന്തുകൊണ്ടത് പറഞ്ഞ വെച്ചാൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, നമ്മുടെ KV തോമസ് ടൈമിലാണ് ഇതൊക്കെ കൊണ്ടുവന്ന ആക്ട്. പക്ഷെ ഇത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഞാൻ ചോദ്യം നിങ്ങളോട്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയുന്നത് ഗവൺമെന്റ്. അല്ലാണ്ട് നമ്മളെ ഇപ്പൊ കോഴിമുട്ട കൊടുക്കുക പറഞ്ഞാൽ കോഴി എവിടുന്ന് കൊണ്ടുവരണം? മുട്ട കോഴീനെ തമിഴ്നാട്ടിൽ നിന്ന് വരണം, അല്ല മുട്ട കേരളത്തിലെവിടെ? കോഴിമുട്ട കൊടുക്കാൻ പാൽ എവിടെ നിന്ന് വരണം? തമിഴ്നാട്ടിൽ നിന്ന്. ആ പാല് ശുദ്ധ ഉള്ള പാലാണ്, മില്ലും പാലാണോ നമ്മൾ കൊടുക്കുന്നത് സ്കൂളിൽ? ഒന്ന് ആലോചിച്ച് നോക്കുക ഏത് പാലാണെന്ന്. അതായത് ഇൻഫീരിയർ ക്വാളിറ്റി മിൽക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ഇവിടേക്ക്. എത്രയോ ആ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ നമ്മൾ ഈ പോളിസിയൊക്കെ പറയുന്ന സമയത്ത് ഇത് സാധിക്കുമെന്നും കൂടി നോക്കേണ്ടതൊക്കെ. അത് തെറ്റിദ്ധരിക്കാത്ത ഞാൻ പറയാം, ഏത് ഗവൺമെന്റ് വേണേ പറയുന്നത്, ഞാൻ ഒരു പാർട്ടിയുടെ അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ആ പേപ്പർ വായിച്ചാൽ എനിക്ക് സങ്കടം തോന്നി. സ്വന്തം മാല ആ സ്ത്രീ വീട്ടിൽ പോലും ചോദിക്കാതെ സങ്കടം കൊണ്ട് ഊരി കൊടുത്തു. എന്നിട്ട് അയാൾ കൈകൂപ്പി നിൽക്കുന്നത് അയാള് തരുവോ മേള. കാരണം ഭിക്ഷ യാചിക്കുന്ന മാതിരി ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. തന്നെയാണ് സാറേ നിങ്ങളോട് പറയാനുള്ളത് സോഷ്യൽ ഓഡിറ്റ്. മനസ്സിലായോ? ഇപ്പൊ ഇതിൽ മീതെ എത്ര ഉദാഹരണങ്ങളെ ബ്രഹ്മാപുരം പ്ലാന്റിന്റെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? എത്ര എക്സാമ്പിളാണ് ഞാൻ തരണ്ടേ? പോരെ? അപ്പൊ ഇതൊക്കെ നടന്നാൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ എങ്കിലാണ് തെറ്റുകൾ എവിടെ ചെയ്യപ്പെടുന്നു അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോ അത് നമ്മൾ തിരുത്തണം. മനസ്സിലായോ? 15 ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ദെയർ. പിന്നെ റൈറ്റും ഉണ്ട്, എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൈറ്റ് ആണ്. അതായത് നമ്മൾ റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ റൈറ്റ് ആണ്. പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടോ? പല ചോദ്യത്തിനും ഞാൻ ഒന്നും പറയുന്നില്ല, എന്ന് നടന്ന പേപ്പർ ഒന്ന് TV കണ്ടാൽ മതി. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടോ? അപ്പൊ എന്താ ഇവിടെ പറയണത്? ഗ്യാപ്പ് ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ദെയർ എൻഫോഴ്സിബിലിറ്റി, പ്രവർത്തന രീതി. അതന്നെ in a democratic country rights are very significant for the വായിച്ചാൽ മതി ഇന്ത്യൻ ഭരണഘടന പാർട്ട് 3. അതില് നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്പീച്ച്, അതേമാതിരി എക്സ്പ്രഷൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്ലോ ചൂസൺ കണ്ടോ. ഇൻ ദി പ്രസന്റ് യൂണിറ്റ് an attempt has been made to examine the use and implementation of the right to information. It traces the problem കണ്ടമാനുണ്ട്. പറഞ്ഞില്ല ഒരു ഇനി എത്ര പറയണം? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. എനിക്ക് എത്ര ഉദാഹരണം പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം. തെറ്റിദ്ധരിക്കരുതേ. ഇത് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. കാരണം ഓരോരുത്തരും ലക്ഷക്കണക്കിൽ കടം നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വലിയ സങ്കടം തോന്നി എനിക്ക്. അയാളെ കൈ കൂപ്പിയിട്ട് ആ സ്ത്രീയോട് ഒന്ന് ആഭരണം പണയം വയ്ക്കാൻ ഒന്ന് തരൂ. ഉട്ടാനടിയാക്കൂ. സ്ത്രീ കഴിച്ചു. അവർക്കറിയാം ഇയാൾ കടന്ന് ശ്വാസം മുട്ടുന്നത്. അയാൾക്ക് വീട്ടിൽ പോരാന്ന് കൊടുത്തില്ല. വീട്ടിലത്തെ മുഴുവൻ താനം കടം മേടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു. 2200 കുട്ടികളെ സ്കൂളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2200 കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊടുക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. കോഴിമുട്ട പാലും ഒന്നും ആലോചിച്ച്, പാലിന് കാശ് കൊടുക്കണ്ടേ? കോഴിമുട്ടയ്ക്ക് കാശ് കൊടുക്കണ്ടേ? എന്താ കോഴിമുട്ടയുടെ ചാർജ്? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഐ ആം ടോക്കിംഗ് അബൌട്ട്, വി ആർ നോട്ട് ടോക്കിംഗ് അഗൈൻസ്റ്റ് എനിബഡി, എനി പൊളിറ്റിക്കൽ പാർട്ടി, എനി ഗവൺമെന്റ്. ഞാൻ സോഷ്യലായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. ദി ബേസിക് ഓബ്ജക്ട്. അതിലിപ്പോ ഒരാള് വിചാരിച്ച സാധിക്കില്ല പെട്ടെന്നൊന്നും.
ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ഇത്രമാത്രം. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഒന്നും പ്രോമിസ് ചെയ്യരുത്. സാധിക്കില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇതില് നമ്മള് കക്കൂസ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ കെട്ടിക്കൊടുക്കും. മിന്നാന്നത്തെ പേപ്പർ ഞാൻ പറയുന്നില്ല, വായിച്ചു നോക്കുക എത്രയാണെന്ന്. അനവധികൾക്കൊന്നുമില്ല. പക്ഷെ നമ്മുടെ റെക്കോർഡിൽ കാണിക്കുന്ന എല്ലാവരും കയ്യിൽ നിന്നാണ്. മിന്നാത്ത പേപ്പർ വായിച്ചാൽ മതി, ഹിന്ദു പേപ്പറിലുണ്ട്. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, ഒരാളെയും കുറ്റം പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ത്രൂഔട്ട് ഇന്ത്യ ടെലികാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയണ്ടത്, തേനൊഴുകും പാലൊഴുകും എന്നൊക്കെ പറഞ്ഞ പാലൊഴുകുമോ? അതാണ് ഞാൻ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ബ്രഹ്മപുരം സ്റ്റീൽ പ്ലാന്റിന്റെ ആരാ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്നു? ദത്തൻ. ആരാളറിയോ? ഡയറക്ടർ വിക്രം സാരാഭായ് റിസർച്ച് സെന്റർ, തിരുവനന്തപുരം തുമ്പ. നല്ല അഡ്വൈസ് കൊടുത്തുവോ സയന്റിഫിക് വേ ഡിസ്പോസലിന്? ഇതാണ് സോഷ്യൽ ഓഡിറ്റ്. ദത്തൻ എന്ന് പറഞ്ഞ വിക്രം സാരാഭായ് റിസർച്ച് സെന്ററിന്റെ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന്റെ ഡയറക്ടർ ആയിരുന്നു. അയാളാണ് നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ടെക്നിക്കൽ എന്തായാലും പറയാ അഡ്വൈസർ. ബ്രഹ്മപുരം പ്ലാന്റിന്റെ അഡ്വൈസ് അയാൾ എന്താ കൊടുത്തത്? സയന്റിഫിക് ഡിസ്പോസൽ കൊടുത്തുവോ? ഇതിനെ സോഷ്യൽ ഓഡിറ്റ്. പിന്നെ എന്തിനാ അയാളെ അപ്പോയിന്റ് ചെയ്ത്? കാരണം അയാൾക്ക് അറിയണല്ലോ അത് എൻവയോൺമെന്റൽ എസ്പെക്ട് അല്ലേ. നിങ്ങൾ എങ്ങനെയാ റോക്കറ്റ് വിടുന്ന മൂണിലേക്ക് മറ്റേ ഇതൊക്കെ ഇതൊന്നും അറിയാതെ, എൻവയോൺമെന്റൽ എസ്പെക്ട് അറിയാതെ? So, Right to Information Act is to empower the citizen to promote transparency and accountability in the working of the government, to contain corruption. ഇതൊക്കെ പറഞ്ഞാണ് which will better accountability. The act is step over making of the citizen. അതുകൊണ്ട് ഈ ആക്ട് ജനങ്ങൾക്ക് വളരെയധികം നമുക്ക് ഇൻഫർമേഷൻ തരുന്നു. അപ്പൊ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഗവൺമെന്റ്, പബ്ലിക് അതോറിറ്റി, ഫസ്റ്റ്. പിന്നെ ഇത് നമുക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷന്റെ സെൻട്രലുണ്ട്, സ്റ്റേറ്റിലുണ്ട്, ഇതൊക്കെ ഉണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ, പ്രധാനമന്ത്രി, അതേമാതിരി പലരും. ബ്യൂറോക്രസി കളക്ടർ, IAS, സെക്രട്ടറി, കോർപ്പറേറ്റ് സെക്ടർ, കമ്പനി, മീഡിയ അറിയാലോ. പിന്നെ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഗവൺമെന്റ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ RTA, ഗവൺമെന്റിന്റെ പല ഇതും. പിന്നെ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റൈറ്റ് ഇൻഫർമേഷൻ എൻഫോഴ്സിബിലിറ്റി. ചിലത് ചോദിച്ചാൽ കൊടുക്കും, ചിലത് കൊടുക്കില്ല. വേരിയസ് മിനിസ്ട്രി ചിലത് ചോദിച്ചാൽ തരില്ല. ക്വസ്റ്റ്യനിയർ പ്രകാരം ചിലപ്പോൾ ക്വസ്റ്റ്യനിയർ പ്രകാരം കൊടുക്കും, ടിക്ക് ചെയ്തിട്ട് അതും ചിലപ്പോൾ ടിക്ക് ചെയ്ത് കൊടുക്കില്ല. കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഓഫ് ആക്സെപ്റ്റിംഗ്, ചിലർ ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മുടെ റിക്വസ്റ്റ്. ചിലരെ ഇൻസിസ്റ്റൻ, ചിലർ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചോദിക്കും, അതും കൊണ്ട് അപ്ലിക്കേഷൻ കൊണ്ടുവരാൻ പറയും. നിങ്ങൾ ഇൻഫർമേഷൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുക്കണം, അല്ലെങ്കിൽ അവിടെ പോകണം, ഇവിടെ പോകണം, അതിന് വണ്ടിക്കൂലി വേണം പറഞ്ഞാൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വരാൻ പറയും. ഓക്കെ, വെരിഫൈ ആൻഡ് ഹയർ റേറ്റ്സ് ഓഫ് അപ്ലിക്കേഷൻ ഫീ. ഈ ഫീ ഒക്കെ പ്രിസ്ക്രൈബ് ആണ്. പക്ഷെ ചിലർ പറയും ഇത് തന്നാലേ ഞങ്ങൾ തരൂ, പറഞ്ഞില്ലേ പോരാ വെച്ചില്ല. ലാർജ് നമ്പർ ഓഫ് ഇൻഫർമേഷൻ ഓഫീസേഴ്സ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ്. ദെൻ ദി മേജർ പ്രോബ്ലംസ്, ആഡ്വക്കേറ്റ് സ്റ്റാഫ് ഇല്ല, മെഷീനറി ഇല്ല, പിന്നെ പ്രോപ്പർ റെക്കോർഡ് മെയിൻ്റെനൻസ് ഇല്ല, അപ്പോയിന്റ്മെന്റ് പ്രോപ്പറായി നടത്തുന്നില്ല. പിന്നെ അവർക്ക് ട്രെയിനിങ്ങും വളരെ മസ്റ്റാണല്ലേ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ഫയർ ബ്രിഗേഡ് നോക്കൂ, നമ്മുടെ കോൺസ്റ്റബിൾസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, മിടുക്കന്മാരാണ് ആളുകൾ. ആരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 23ാമത്തെ നിലയിൽ 27ാമത്തെ നിലയിൽ തീ പിടിച്ച എന്ത് ചെയ്യണമെന്ന് അറിയോ ഇവർക്ക്? ചിലപ്പോ എങ്ങനെ അതിന്റെ മുകളിൽ കയറാന്ന്? 40 നില ബിൽഡിംഗ് ഉണ്ട് കൊച്ചിയില്, മനസ്സിലായ? ഇതിന്റെ മുകളിൽ കയറാനുള്ള എക്യുപ്മെന്റ് ഉണ്ട് നമ്മുടെ അല്ലേ? ഒന്ന്. ഇനി അടുത്ത ചോദ്യം എന്താ ട്രെയിനിങ്? അടുത്ത ചോദ്യം, നമ്മുടെ റിഫൈനറീസ് ഉണ്ടല്ലോ ഇവിടെ ഭയങ്കരമായിട്ട്. BPCL കൊച്ചിയിലുണ്ട്, മറ്റിടത്ത് പലയിടത്തൊക്കെ ഉണ്ട്. അപ്പൊ BPCL അല്ലെങ്കിൽ റിഫൈനറി തീ പിടിച്ച എങ്ങനെ? വെള്ളം കടിച്ചിട്ടാണോ? വെള്ളം കൊണ്ട് വരുത്താൻ പറ്റുമോ? ഫൈനൽ ട്രെയിനിങ് ഉണ്ടേ. ട്രെയിനിങ് ഇസ് എ മസ്റ്റ് ബിക്കോസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടെല്ലിങ്. ഒന്നാം സമയം വളരെ കമ്മിയാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് നോളജ് വിച്ച് യു ആർ ഹാവിംഗ് ഈസ് നോട്ട് സഫിഷ്യന്റ് ടു മീറ്റ് ദ ഫ്യൂച്ചർ ചാലഞ്ചസ്. നിങ്ങളുടെ ഇന്നത്തെ വിവരം നാളത്തെ ഫ്യൂച്ചർ ചാലഞ്ചസിനെ മീറ്റ് ചെയ്യാൻ ഉപകരിക്കില്ല. ട്രെയിനിങ് അത്യാവശ്യമാണ്. ഏത് ജോബ് ചെയ്യാനും അതിൽ ട്രെയിനിങ് വേണം. പോലീസിൽ ചേരണം, IAS IPS പാസ്സായ പോരാ, IPSന്റെ സ്പെഷ്യൽ ട്രെയിനിങ് പാസ്സാവണം. IAS പാസ്സായ പോരാ കളക്ടർ ആവാൻ, IASന് ട്രെയിനിങ് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ IFS ആയിക്കോട്ടെ എന്തായാലും. പിന്നെ അപ്പലേറ്റ് അതോറിറ്റി, അത് പിന്നെ എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, നോ റിക്വയർമെന്റ് ഫോർമാലിറ്റീസ്, അത് പോസ്റ്റ് ഓഫീസ് അധികം പൈസ ഒന്നും കൊടുക്കാതെ ഗവൺമെന്റ് ചിലതൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്.
ചിലതൊക്കെ ടൈമിൽ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് അപ്പീൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പീൽ കൊടുക്കുന്നു, പിന്നെ സെക്കൻഡ് അപ്പീൽ കൊടുക്കുന്നു. ഉണ്ടല്ലോ ചിലയിടത്ത്. പിന്നെ കുറെ കഴിഞ്ഞാൽ 40-45 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. കാരണം അത് മുകളിലത്തെ ആള് അവർക്ക് ചിലപ്പോൾ ചില ഇൻഫർമേഷൻ ഒക്കെ മുകളിൽ നിന്ന് ചോദിച്ച് കിട്ടണ്ടേ. ഇപ്പൊ ലൈഫ് പദ്ധതി കേരളത്തില് കിട്ടോ? മനസ്സിലായോ? അപ്പൊ അസംബ്ലിന്റെ സ്റ്റാൻഡിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചിലപ്പോ കിട്ടാതെയും വരും ചിലപ്പോ, കേട്ടോ. അപ്പൊ ഞാൻ തെറ്റിദ്ധരിക്കാതെ ഞാൻ പറഞ്ഞു, ചിലപ്പോ അതൊക്കെ പൊളിറ്റിക്കലി ഓറിയന്റഡ് ആണ് ഓരോരോ ഗവൺമെന്റിന്റെയും ചില കാര്യങ്ങൾ, കേട്ടോ. അപ്പോ ഷിപ്പുലേഷൻ ഓഫ് ടൈം ഫ്രെയിം പിന്നെ 45-30 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ കൊടുക്കുക. പക്ഷെ ചിലപ്പോൾ അത് കിട്ടിയില്ല എന്ന് വരും. എത്രയോ പെൻഡിങ് കിടക്കുന്നുണ്ട്. 1000, ഞാൻ പറഞ്ഞേ മില്യൺസ് ആണ് ടോട്ടൽ ഒരു കൊല്ലത്തിൽ വരുന്നത്. RTI അവയർനെസിനെ പറ്റി പറഞ്ഞാലോ. പിന്നെ ഇവിടെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, കേട്ടോ. റിക്വയർമെന്റ് ഓഫ് കോസ്റ്റ് എഫക്റ്റീവ്, നോ റിക്വയർമെന്റ് ഓഫ് ഫോർമാലിറ്റി. RTI ഇവിടെ ഒരു കാര്യം, ആർട്ടിക്കൽ മിഷനറി ഫോർ ദ മാനേജ്മെന്റ് റിക്കാർഡ്സ്. റിക്കാർഡ് ചിലപ്പോൾ ഡിജിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ആർക്ക് കൊടുത്തു, എവിടുന്ന് കിട്ടി, എന്ത് ഫയൽ, എവിടെ, നമ്പർ എന്ന് കൊടുത്തു, പൈസ കിട്ടിയോ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണോ, ക്യാഷ് ആണോ, റെസിപ്റ്റ് നമ്പർ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്പർ, മനസ്സിലായോ? പിന്നെ മോണിറ്ററിങ്. അത് മോണിറ്ററിങ് ചില സമയത്ത് നമുക്ക് അപ്പം കൊടുക്കാൻ പറ്റില്ല, പറയും ഒരു 6-7 ദിവസം കഴിഞ്ഞ് വരാം. അപ്പൊ മോണിറ്റർ ചെയ്യണ്ടേ? അത് അല്ല, എന്താ കാരണം അറിയോ? ഈ ഇൻഫർമേഷൻ വേറെ എവിടെ നിന്നും കളക്ട് ചെയ്യണം. അവരിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നിന്ന് ചോദിക്കണം. കാരണം എന്താ അറിയോ? ഈ ഇൻഫർമേഷൻ ഓഫീസർ കോമൺ ആണ്. അപ്പൊ അവർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കണം, റെക്കോർഡ് അവിടെ നിന്ന് കിട്ടണം. അല്ലെങ്കിൽ വേറെ ഇലക്ട്രിസിറ്റിയുടെ അവിടെ ഡിപ്പാർട്ട്മെന്റ് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി എന്തോല്ലേ, അവിടെ ചോദിക്കണം. അപ്പൊ അത് മോണിറ്റർ ചെയ്യണ്ടേ? നമ്മൾ ചോദിച്ചാൽ മതിയല്ലോ. അത് ചോദിച്ചല്ലാതെ കിട്ടില്ല. കരയുന്ന കുട്ടിക്ക് പാല് കിട്ടൂ. അപ്പൊ ചോദിച്ച് വേണം അതിനെ മോണിറ്ററിങ്, മനസ്സിലായില്ലേ? പേപ്പർ അപ്പോയിന്റ്മെന്റ്, പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് നടത്തുന്നുണ്ടോ? അതായത് സ്കിൽഡ് വർക്കേഴ്സ് ആർ റിക്വയർഡ് ഫോർ ഹാൻഡ്ലിംഗ് ദിസ് ടൈപ്പ് ഓഫ് തിങ്സ്. മനസ്സിലായേ? സ്കിൽഡ് വർക്കേഴ്സ്, ക്വാളിഫൈഡ് ആളുകള് ആവശ്യമാണ് ഇത്തരത്തിൽ ഹാൻഡിൽ ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, നമ്മളിപ്പോ വലിയ നമ്മള് പിന്നെ എന്തായാലും പറയാ മണ്ണ് മാന്തി അതിനൊക്കെ ഹൈലി സ്കിൽഡ് ആണ്. അതൊക്കെ പാറ പൊളിക്കുക, പാറക്കല്ല്, അതൊക്കെ ഹൈലി സ്കിൽഡ്. അതിനുള്ള ആളുകളുണ്ട്. എവിടെയെങ്കിലും ഡ്രൈവിങ് എനിക്ക് കാർ ഓടിച്ചു വെച്ചാൽ അത് എനിക്ക് ചെയ്യാന്നുള്ള ധാരണ പോകാൻ പറ്റും. ട്രെയിൻഡ് നല്ല ആളുകളെ, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം ഓരോരോ സ്ഥലത്ത്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇനി ആളായിക്കോട്ടെ, നമ്മുടെ മുമ്പിൽ ഒരു ഇതായിട്ട് ആരാണ് സ്കിൽഡ് അവര് ടെസ്റ്റിൽ പാതെ അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്യണം. നമ്മുടെ സൊസൈറ്റിക്ക് ഗുണം ചെയ്യണമെങ്കിൽ കാരണം എത്രയോ അവൈലബിൾ ആണ് നമ്മൾ. വി ആർ ലക്കി ടു ഹാവ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ. നമ്മൾ എത്രയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലുണ്ട്. നമ്മുടെ എത്രയോ ലക്ഷക്കണക്കിലെ 39 ലക്ഷം 38 ലക്ഷം ആളുകളാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ. ഇപ്പെട്ട പ്രൊഫസേഴ്സ് ഉണ്ട്, ഇതുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, MBAs ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവിടുന്നൊക്കെ എടുത്ത് നല്ല നല്ല ആളുകളെ എടുത്ത് പോസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് അത്രത്തോളം ഗുണങ്ങൾ ഉണ്ടായിരിക്കും. കോസ്റ്റ് സേവിങ് ഉണ്ടായിരിക്കും. ബ്രില്യന്റ് ഐഡിയാസ് വരും. എങ്ങനെ അതേമാതിരിയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അവർക്കല്ലേ പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ട് പിന്നെ എന്താ പറയണ്ടേ, ചോദ്യം ചെയ്ത അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണാമ ഫലം വളരെ മോശമായിരിക്കും. കാരണം ക്വാളിഫൈഡ് അല്ലാതെ ഒരാളെ അവിടെ വെച്ചു വിചാരിക്കുക. അപ്പോ അവരുടെ നോളജ് അനുസരിച്ചല്ലേ അവർ ചെയ്യൂ. അപ്പോ പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് വേണം. സ്ട്രെങ്തനിങ് ഓഫ് ദ, അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ്. പിന്നെ അപ്പലേറ്റ് അതോറിറ്റി വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അക്കോർഡിംഗ് ടു മൈ കോൺഷ്യസ്, ഇതാണ് ഇൻഡിപെൻഡന്റ് അതോറിറ്റി. എന്റെ കോൺഷ്യസ് അനുസരിച്ച് ഇതാണ്, അതന്നെ. ഓക്കെ, അപ്പോ പിന്നെ അടുത്ത് ദി എഫക്റ്റീവ് implementation of the Right to Information Act will contribute to promoting transparency and accountability പറഞ്ഞു. Functioning of the government institution, furthermore, അത് വളരെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വില കൂടുതലാവും. കാരണം ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നത് കുറച്ചും കൂടി നമ്മൾ നന്നായി ഇതേമാതിരിയുള്ള സെറ്റ് ബാക്ക് ഒക്കെ നിർത്തി. പിന്നെ furthermore, it will be an effective tool to provide information to Therefore, RTI will create congenial, എല്ലാം വളരെ സമാധാനപരമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്ത് ടോട്ടലി RTI assures in the good governance. അത് നല്ല ഗവേണൻസ് ആയിട്ട് പരിണമിക്കും. The law
ഈ കോംപ്രഹെൻസീവ് റൂള് നിയമം ആക്ട് വളരെ കോംപ്രഹെൻസീവ് ആണ്. സ്റ്റേറ്റ്, യൂണിയൻ, ലോക്കൽ ഇതിലൊക്കെ അതിൽ പെടും. സിൻസ് ഇറ്റ്സ് എനാക്ട്മെന്റ് 2005 റൈറ്റ് ടു ആക്ട് ഇത് വന്നത്. ഇറ്റ് ഹാസ് ബീൻ ലോഡഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലെജിസ്ലേഷൻ ആണ്. ആൻഡ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് എ മോർ അക്കൗണ്ടബിൾ ആൻഡ് ട്രാൻസ്പെറന്റ് ഗവൺമെന്റ് ആൻഡ് ബ്യൂറോക്രസി. അപ്പോൾ ഇത്ര വളരെ പ്രധാനപ്പെട്ട 2005 വന്ന ഈ ആക്ട് വളരെ പ്രാധാന്യമാണ്. നമുക്ക് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി എവിടെയൊക്കെ സെറ്റ് ബാക്ക് ഉള്ളത് നമ്മൾ നന്നാവണം. So thank you very much for listening to all these classes, 8 classes, and we have covered 15 units of this course. Thank you very much. Wish you all the best. Thank you. Bye.